Hi everybody, I am CA Tansmol Ren from Calicut. ഇപ്പോ CA ചാർട്ടേഡ് അക്കൗണ്ടൻസി ഫൗണ്ടേഷൻ കോഴ്സിനെ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, എങ്ങനെ എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ ഫൈനൽ റിവിഷൻ എങ്ങനെ നടത്തണം, എങ്ങനെ നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ എൻ്റെ ഒരു എക്സ്പീരിയൻസും അതുപോലെ പ്രയർ ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ അനാലിസിസ് നടത്തിയിട്ടും നമ്മളൊരു കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഈ സെഷൻ ഇവിടെ വെച്ചിരിക്കുന്നത്. I'm so happy to welcome you all to this session on how to prepare for CA foundation course and how to face examination. So, ഞാൻ May 2019 qualify ചെയ്തതാണ്. അപ്പോൾ for 2 years I have been working with a CA firm based in Calicut. So, without much delay നമുക്ക് ഇനി എന്താന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു കണ്ടന്റിലേക്ക് കിടക്കാം. Chartered Accountancy Foundation course, how to prepare for and face examination. So ആദ്യം തന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, ഹൂ ഇസ് എ ചാർട്ടേഡ് അക്കൗണ്ടന്റ്? നമ്മൾ പൊതുവെ സി എ ഒക്കെ പഠിക്കണം അല്ലെങ്കിൽ നമ്മൾ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവണം എന്ന് പറഞ്ഞ് നമ്മൾ പോണ സമയത്ത് ഹൂ ഇസ് എ ചാർട്ടേഡ് അക്കൗണ്ടന്റ്? വൈ ദേ ആർ ഡിഫറെന്റ് ഫ്രം അതർ നോർമൽ അക്കൗണ്ടൻസ്? ചാർട്ടേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു സ്പെഷ്യൽ പവർ കൊടുത്തിട്ടുള്ള, അതായത് ഏതെങ്കിലും ഒരു ലെജിസ്ലേച്ചർ അല്ലെങ്കിൽ ആക്ട് വെച്ചിട്ട് സ്പെഷ്യൽ പവർ കൊടുത്തിരിക്കുന്ന ഒരു പർപ്പസിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമുള്ള കാര്യത്തിനാണ് നമ്മൾ ചാർട്ടേഡ് എന്നുള്ള ഒരു ടേം യൂസ് ചെയ്യുന്നത്. സോ ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി ഒരു ആക്ട് വെച്ചിട്ട് ഒരു സ്പെഷ്യൽ പവർ കിട്ടിയിട്ടുള്ള അക്കൗണ്ടൻസ് ആണ് ചാർട്ടേഡ് അക്കൗണ്ടന്റ്. സോ വാട്ട് ഇസ് ദിസ് പവർ? ഈ സ്പെഷ്യൽ പവർ എന്താണെന്നുള്ളത് നമ്മള് സി ഒക്കെ പഠിക്കാൻ പോകുന്ന പറയുന്ന സമയത്ത് നോർമലി പലയിടത്തും നമ്മൾ കേട്ടുള്ള ഒരു ഡയലോഗ് ആയിരിക്കും, ഒപ്പിട്ട് ലക്ഷങ്ങൾ മേടിക്കാൻ പോകുന്ന ആളാണല്ലേ എന്ന്. സോ വാട്ട് ഇസ് ദിസ്? ഈ ഒപ്പിടുക എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ്? സോ അതാണ് നമ്മുടെ സ്പെഷ്യൽ പവർ. ഈ സൈൻ ചെയ്യാനുള്ള അതോറിറ്റി, ഈ അറ്റസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ സർട്ടിഫൈ ചെയ്യാനുള്ള അതോറിറ്റി, അതാണ് നമ്മുടെ ചാർട്ടേഡ് അക്കൗണ്ടൻസിന്റെ സ്പെഷ്യാലിറ്റി. നമ്മളൊരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്, ഒരു ബാലൻസ് ഷീറ്റ് അല്ലെങ്കിൽ ഒരു P&L ഒരു ബിസിനസിന്റെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ ഓഡിറ്റ് ചെയ്യുക, എക്സാമിൻ ചെയ്യുക, എന്നിട്ട് നമ്മൾ അതിന് താഴെ സൈൻ ചെയ്ത് കൊടുക്കുക. ഈ നമ്മൾ സൈൻ ചെയ്യുന്ന സമയത്ത് ആ FSനൊരു ഒത്തന്റിസിറ്റി വരും. ആ FS ആണ് പല യൂസേഴ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പം ബാങ്ക്സ്, അതായത് നമ്മൾ ക്രെഡിറ്റ് ഫെസിലിറ്റീസ് കൊടുത്തിരിക്കുന്ന ബാങ്ക്സ്, ഗവൺമെന്റ്സിന്, ഇൻകം ടാക്സ് അതോറിറ്റി, പിന്നെ ഒരു ലിസ്റ്റഡ് എൻറ്റിറ്റി ആണെങ്കിൽ സെബി, അവർക്ക് എല്ലാവർക്കും സബ്മിറ്റ് ചെയ്യുന്നത് ഈ ഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. അപ്പം ഈ ഓഡിറ്റ് ചെയ്യുക, സൈൻ ചെയ്യുക, അറ്റസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ പ്രൈമറി റെസ്പോൺസിബിലിറ്റി ആൻഡ് റോൾ ഇൻ ആൻ എക്കോണമി. സോ അതാണ് നമ്മൾ ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ്, ഹൗ ടു ബിക്കം എ ചാർട്ടേഡ് അക്കൗണ്ടന്റ്? ഈ ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്നുള്ളത് നമുക്ക് എങ്ങനെ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവാം? സോ ബേസിക്കലി നമ്മൾ പറയുകയാണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ ICAയിൽ മെമ്പർഷിപ്പ് ഉള്ള ഒരാളാണ് ചാർട്ടേഡ് അക്കൗണ്ടന്റ്. അപ്പൊ ഈ മെമ്പർഷിപ്പ് നമുക്ക് എങ്ങനെയാണ് കിട്ടുക? അത് നമുക്ക് ഒബ്വിയസ്ലി അറിയാം, ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സ് നമ്മൾ പേഴ്സ് ചെയ്യണം. ആ കോഴ്സിന് നോർമലി 3 സ്റ്റേജസ് ആണുള്ളത്. അതായത് ഫൗണ്ടേഷൻ ലെവൽ ഉണ്ട്, ഇന്റർമീഡിയറ്റ് ലെവൽ ഉണ്ട്, ഫൈനൽ ലെവൽ ഉണ്ട്. ഈ 3 ലെവൽ എക്സാംസ് ക്ലിയർ ചെയ്യുക. അതിന്റെ കൂടെ തന്നെ വി ഹാവ് ടു കംപ്ലീറ്റ് അവർ ആർട്ടിക്കിൾഷിപ്പ് ട്രെയിനിങ്. ആർട്ടിക്കിൾഷിപ്പ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം MBBSകാരുടെ ഹൗസ് ഏജൻസി പോലെയാണ്. 3 years ട്രെയിനിങ് ആണ്. ഇൻഡസ്ട്രി എങ്ങനെ വർക്ക് ചെയ്യണോ, റിയൽ ആയിട്ട് നമ്മൾ എങ്ങനെ ഓഡിറ്റ് ചെയ്യണോ, നമ്മൾ ചാർട്ടേഡ് അക്കൗണ്ടൻസിന്റെ അറ്റസ്റ്റേഷൻ ഫംഗ്ഷൻസ് നമ്മൾ എങ്ങനെ ചെയ്യണോ എന്നുള്ളത് നമ്മൾ പഠിക്കുന്ന ഒരു പ്രാക്ടിക്കൽ ട്രെയിനിങ് പീരീഡ് ആണ് ഈ ആർട്ടിക്കിൾഷിപ്പ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ. ഇത് 3 നമ്മൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് മെമ്പർഷിപ്പ് കിട്ടി ആൻഡ് വി ബിക്കം എ ചാർട്ടേഡ് അക്കൗണ്ടന്റ്. സോ ഇതില് 3 ലെവൽ കോഴ്സ് എക്സാമിനേഷൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതിൽ ഫസ്റ്റ് ലെവലാണ് ഫൗണ്ടേഷൻ കോഴ്സ്. ദിസ് ഇസ് വാട്ട് വി ആർ ടോക്കിംഗ് അബൌട്ട്. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഫൗണ്ടേഷൻ കോഴ്സിനെ കുറിച്ചാണ്. സോ ഫൗണ്ടേഷൻ കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 പേപ്പേഴ്സ് ആണ് ഫൗണ്ടേഷൻ കോഴ്സിനുള്ളത്. ബേസിക്കലി നമ്മൾ സിമ്പിൾ ലാംഗ്വേജിൽ പറഞ്ഞു കഴിഞ്ഞാൽ അക്കൗണ്ട്സ്, ലോ, മാത്തമാറ്റിക്സ് ആൻഡ് എക്കണോമിക്സ്. ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഭാഷയിൽ വിളിക്കുകയാണെങ്കിൽ പ്രിൻസിപ്പൽസ് ആൻഡ് പ്രാക്ടീസ് ഓഫ് അക്കൗണ്ടിംഗ്, ബിസിനസ് ലോ ആൻഡ് ബിസിനസ് കറസ്പോണ്ടൻസ് ആൻഡ് റിപ്പോർട്ടിംഗ്, ബിസിനസ് മാത്തമാറ്റിക്സ്, ലോജിക്കൽ റീസണിംഗ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, ആൻഡ് ഫോർത്ത് പേപ്പർ ബിസിനസ് എക്കണോമിക്സ് ആൻഡ് ബിസിനസ് ആൻഡ് കൊമേഴ്ഷ്യൽ നോളജ്. അതാണ് ഈ ഫൗണ്ടേഷൻ കോഴ്സ് എന്ന് പറയുന്നത്. ഈ 4 പേപ്പേഴ്സ് കൺസിസ്റ്റ് ചെയ്യുന്ന ഒരു 6 months കോഴ്സ് ആണ്. ഇറ്റ്സ് കൈൻഡ് ഓഫ് ലൈക്ക് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന പോലെ ഒരു ബിൽഡിംഗ് കെട്ടിപ്പൊക്കുന്നത് നമ്മളൊരു ഫൗണ്ടേഷന്റെ മുകളിലാണ്. അതുപോലെ നമ്മൾ CA കോഴ്സിന്റെ ഏറ്റവും ഗ്രൗണ്ട് ലെവൽ ആയിട്ട് വരുന്ന കാര്യമാണ് ഫൗണ്ടേഷൻ. ദിസ് ഇസ് കൈൻഡ് ഓഫ് ഒരു ഇൻട്രോഡക്ടറി കോഴ്സ് പോലെയാണ് നമുക്ക് അതിനെ പറയാൻ പറ്റുക. ഇതിന്റെ മുകളിലാണ് നമ്മൾ ഇന്റർമീഡിയറ്റ് അല്ലെങ്കിൽ ഫൈനൽ ലെവൽ എത്തുന്ന സമയത്ത് നമ്മൾ ഇതിന്റെ മുകളിലാണ് നമ്മളെ ബാക്കി എക്സ്പെർട്ടൈസ് നമ്മൾ ബിൽഡപ്പ് ചെയ്ത് വന്ന് നമ്മളൊരു CA അല്ലെങ്കിൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്നുള്ള ഒരു ഔട്ട്പുട്ടിലേക്ക് നമ്മൾ എത്തുന്നത്.
സോ ഫൗണ്ടേഷൻ കോഴ്സ് കഴിഞ്ഞാൽ ഫൗണ്ടേഷൻ എക്സാമിനേഷൻ എങ്ങനെയാണ് വരുന്നത്? ടോട്ടൽ 400 മാർക്സ്, 400 മാർക്കിന്റെ എക്സാം ആണ്. 400 മാർക്സ് ആണ് ഒബ്വിയസ്ലി വിനോ. എന്താ 4 പേപ്പേഴ്സ് ആണുള്ളത്, ഈച്ച് പേപ്പർ ഓഫ് 100 മാർക്സ് ഈച്ച്. അങ്ങനെ ടോട്ടൽ 400 മാർക്സ് ആണ്. അതിലെ പേപ്പർ 1 ആൻഡ് പേപ്പർ 2 സബ്ജക്റ്റീവ് പേപ്പേഴ്സ് ആണ്. പേപ്പർ 1 ആൻഡ് പേപ്പർ 2 എന്ന് പറഞ്ഞാൽ അക്കൗണ്ട്സും ലോയും സബ്ജക്റ്റീവ് പേപ്പർ ആണ്. ആൻഡ് ലാസ്റ്റ് 2 പേപ്പേഴ്സ്, പേപ്പർ 3 ആൻഡ് പേപ്പർ 4 മാത്തമാറ്റിക്സ് ആൻഡ് എക്കണോമിക്സ് ഒബ്ജക്റ്റീവ് പേപ്പർ ആണ്. ആൻഡ് ലൈക്ക് എവറി അതർ എൻട്രൻസ് എക്സാമിനേഷൻ ഒക്കെ പോലെ തന്നെ ഒബ്ജക്റ്റീവ് പേപ്പേഴ്സിന് നെഗറ്റീവ് മാർക്ക് ഉണ്ട്, 0.25 അല്ലെങ്കിൽ 1/4 നെഗറ്റീവ് മാർക്ക് ഉണ്ട്. സോ ഏർലിയർ നമ്മൾ പഴയ സിലബസ് ആയിരുന്ന സമയത്ത് ഫൗണ്ടേഷൻ ഇക്വലന്റ് ആയിട്ട് CPT, ഞാൻ CPT ആണ് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നത് മെയ് 2015. അപ്പൊ അന്നും ഈ 4 സബ്ജക്ട്സ് ഉണ്ടായിരുന്നു, പക്ഷെ ഇത്ര മാർക്സ് ഇല്ലായിരുന്നു. എന്താ മാർക്ക് 200 ആയിരുന്നു ടോട്ടൽ മാർക്ക് ഉണ്ടായിരുന്നത്. ആൻഡ് ഓൾ ദി 4 പേപ്പേഴ്സ് ഒബ്ജക്റ്റീവ് ആയിരുന്നു. നൗ ദേ ഹാവ് ചേഞ്ച് എന്താ സ്ട്രക്ചർ കംപ്ലീറ്റ് മാറ്റി 400 മാർക്സ് ആയി, 2 സബ്ജക്റ്റീവ് പേപ്പർ ആൻഡ് 2 ഒബ്ജക്റ്റീവ് പേപ്പേഴ്സ് എന്നുള്ള ആ ഒരു രീതിയിലേക്ക് ഒരു ലിവറേജ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈസിലി ഒരു ലിവറേജ് ഗെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രക്ചറിലാണ് ഇപ്പം ഫൗണ്ടേഷൻ എക്സാമിനേഷൻ പാറ്റേൺ അവർ ആക്കിയിട്ടുള്ളത്. ആൻഡ് ഇതാണ് നമ്മൾ ഏറ്റവും വലിയ ടെസ്റ്റ്. അതായത് എന്തുകൊണ്ടാണ് CA എക്സാമിനേഷൻസ് ഇത്ര പാസ് പെർസെന്റേജ് ഇത്രയും കുറവായിട്ട് വരുന്നത്? എന്തുകൊണ്ടാണ് ഒരുപാട് ആളുകൾ തോൽക്കുന്നത്? ഒരുപാട് ആളുകൾ എക്സാം എഴുതുന്നു, പാസ്സാവുന്നില്ല. ആൻഡ് ഒരു സമയം കഴിയുന്ന സമയത്ത് ആൾക്കാർ അത് നിർത്തിയിട്ട് ബൈ പറഞ്ഞിട്ട് അടുത്ത പരിപാടി നോക്കുന്നു. വൈ? ബിക്കോസ് ദിസ് ഇസ് ദ ക്യാച്ച്. ഇതാണ് ക്യാച്ച് എടുക്കുന്നത്. നമ്മൾ ഒരു എക്സാം പാസ് ആവണം എന്നുണ്ടെങ്കിൽ, അതിപ്പം ഫൗണ്ടേഷൻ ആയാലും ശരി, ഇന്റർ ആയാലും ശരി, ഫൈനൽ ആയാലും ശരി, പാസ് ആവണം എന്നുണ്ടെങ്കിൽ മിനിമം ഓരോ പേപ്പറിലും മിനിമം 40% മാർക്ക്. അപ്പം 100 മാർക്സിന്റെ ഒരു പേപ്പർ ആണെങ്കിൽ അതിൽ 40 മാർക്ക് വേണം. ആൻഡ് അഗ്രഗേറ്റ് 50% നമ്മൾ സ്കോർ ചെയ്യണം. അതായത് 400-ൽ 200. അപ്പം 4 പേപ്പർ 40 വാങ്ങിച്ചു കഴിഞ്ഞാൽ 4 × 40 160 ആവുള്ളൂ. പോരാ, അതിലേക്ക് ഒരു 40 മാർക്സും കൂടെ നമ്മൾ വേറെ എവിടുന്നോ സർപ്ലസ് മേടിക്കണം. അത് മേടിച്ചിട്ട് അഗ്രഗേറ്റ് 50% ആയി കഴിഞ്ഞാൽ മാത്രമേ, അതായത് ടോട്ടൽ 200 സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പാസ് ആവാൻ പറ്റുള്ളൂ. ദാറ്റ്സ് ദി ക്രൈറ്റീരിയ. അതാണ് നമ്മളെ ഒരു CA എക്സാമിനേഷന്റെ ഒരു ട്വിസ്റ്റ് എന്ന് പറയുന്നത്. അവിടെയാണ് ശരിക്കും കളി നടക്കുന്നത്. അപ്പൊ നമ്മൾ ഏതെങ്കിലും പേപ്പർ നമ്മളെ സ്ട്രെങ്ത് ആയിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് അതിന്റെ മുകളിൽ നമ്മൾ വർക്ക് ചെയ്ത് കൂടുതൽ മാർക്ക് മേടിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പാസ് ആവാൻ പറ്റത്തുള്ളൂ. സോ ഇനി നമ്മളൊരു ഡീറ്റെയിൽ ആയിട്ട് ഓരോ പേപ്പറിനെ നമ്മളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അനാലിസിസ് നടത്തുകയാണ്. എങ്ങനെയാണ്, എന്തൊക്കെയാണ് അതിന്റെ ചാപ്റ്റർ വൈസ് വെയിറ്റേജ്, എന്താണ് ഒരു പേപ്പറിന്റെയും ഒരു സ്വഭാവം എങ്ങനെയാണ്, നമ്മൾ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. സോ ഫസ്റ്റ് പേപ്പർ അക്കൗണ്ടിങ് ആണ്, പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസ് ഓഫ് അക്കൗണ്ടിങ്. ഒബ്വിയസ്ലി കോർ പേപ്പർ ആണ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആൻഡ് അക്കൗണ്ടിങ്. ഇറ്റ് ഗോസ് ഹാൻഡ് ഇൻ ഹാൻഡ്. അത് പാരലൽ ആയിട്ട് പോകേണ്ടതാണ്. അക്കൗണ്ടിങ് ചാർട്ടേഡ് അക്കൗണ്ടൻസിന്റെ കോർ പേപ്പർ ആണ്. ഇന്ററിൽ എത്തുന്ന സമയത്ത് 2 പേപ്പേഴ്സിന്റെ അക്കൗണ്ടിങ് ബേസ് ചെയ്തിട്ട് ഫൈനൽ എത്തുന്ന സമയത്ത് നമുക്ക് FR ഉണ്ട്. അപ്പം നമ്മളെ ബേസിക്സ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കൗണ്ടിങ് തന്നെയാണ്. അതിപ്പം സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന കുട്ടികളാണെങ്കിൽ അക്കൗണ്ടിങ്ങിന്റെ ഒരു പ്രശ്നം ബേസ് ലെവൽ, ഇപ്പം കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടും സയൻസ് ബാക്ക്ഗ്രൗണ്ടും വരുന്ന സമയത്ത് സയൻസ് ബാക്ക്ഗ്രൗണ്ട് വരുന്ന പിള്ളേർക്ക് ഇത് ഫസ്റ്റ് ടൈം ആയിരിക്കും. അപ്പൊ അവർക്ക് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ യു ഹാവ് ടു ബിൽഡ് അപ്പോൺ ദിസ്. ഈ ബേസിക്സും ഫണ്ടമെന്റൽസും നിങ്ങൾ ഇവിടുന്ന് പ്രോപ്പർ ആക്കി പോയി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഇന്ററും ഫൈനലും അത് ഈസി ആയിട്ട് നമുക്ക് അത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ അവിടെ ഇവിടെയും തടഞ്ഞു വീഴേണ്ടി വരും. സോ ഫോർ കൊമേഴ്സ് സ്റ്റുഡൻസ് ഒബ്വിയസ്ലി അത് എന്താ പറയുക, അവരൊരു ബേസ് ഉള്ളതുകൊണ്ട് അവർക്ക് അത് ഈസിലി അവരുടെ ഒരു സ്ട്രോങ് പേപ്പർ ആക്കി മാറ്റിയെടുക്കാൻ പറ്റും. ഫോർ സ്റ്റുഡൻസ് വിത്ത് അതർ ബാക്ക്ഗ്രൗണ്ട്, അവര് കൂടുതൽ ഇതിന്റെ മുകളിൽ വർക്ക് ചെയ്യുക. ദേ ഹാവ് ടു മേക്ക് ദിസ് ആസ് ദ സ്കോറിംഗ് പേപ്പർ. അങ്ങനെ ആക്കി എടുക്കണം. നമ്മൾ അതിന് മുകളിൽ നമ്മൾ എക്സ്ട്രാ എഫേർട്സ് നമ്മൾ ഇടണം. അതിനുള്ള സമയം നമ്മൾ കണ്ടെത്തിയേ പറ്റുള്ളൂ. സെക്കൻഡ് തിങ്, ഇത് പറഞ്ഞിട്ടുണ്ട്, ഇതിപ്പം സബ്ജക്റ്റീവ് പേപ്പർ ആണ്. സോ ഒരു ക്വസ്റ്റ്യൻ കമ്പൽസറി ക്വസ്റ്റ്യൻ ആണ്. 20 മാർക്സിന്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. പിന്നെ ബാക്കിയുള്ള 5 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പൊ അതിൻ്റെ അകത്തുനിന്ന് 4 നമ്മൾ അറ്റൻഡ് ചെയ്യാം. അപ്പൊ ടോട്ടൽ 6 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പക്ഷെ നമ്മൾ 5 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്താൽ മതി. അതിൽ ഒരു ക്വസ്റ്റ്യൻ കമ്പൽസറി ആയിരിക്കും. ബാക്കിയുള്ള 4ന്റെ അകത്തുനിന്ന് നമുക്ക് 5ന്റെ അകത്തുനിന്ന് 4 ക്വസ്റ്റ്യൻസ് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കിയിട്ട് നമുക്കത് ചൂസ് ചെയ്തിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. സോ ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്, നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഓൾവേസ് ഫസ്റ്റ് ആൻഡ് ബെസ്റ്റ് റിസോഴ്സ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മെറ്റീരിയൽ ആണ്. ICAന്റെ മൊഡ്യൂൾ, ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ RTP, MTP എന്തെല്ലാം, അതേപോലെ സജസ്റ്റഡ് ആൻസേഴ്സ് ഉണ്ടാവും, പ്രയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടാവും. അവരെന്തൊക്കെ മെറ്റീരിയൽ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഇഷ്യൂ ചെയ്തിരിക്കുന്നു, ഡെഫിനറ്റ്ലി യു ഷുഡ് ഗോ ത്രൂ ഓൾ ദോസ് ക്വസ്റ്റ്യൻസ്. എല്ലാ ക്വസ്റ്റ്യൻസും നോക്കുക. എല്ലാ ഇലസ്ട്രേഷൻസും, ICAന്റെ മൊഡ്യൂളുള്ള എല്ലാ ഇലസ്ട്രേഷൻസും പഠിക്കുന്ന സമയത്ത് ഒരു 2 or 3 ടൈംസ് നിങ്ങൾ അത് കംപ്ലീറ്റ് കവർ ചെയ്തിട്ട് പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക.
because it will definitely add an advantage to your ആൻസേഴ്സ്. അതായത് നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഒബ്വിയസ്ലി നിങ്ങൾക്ക് അതിന്റെ ആ ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് എന്തായാലും കിട്ടും. ബിക്കോസ് ഞാൻ CPT ആയാലും ഇന്റർ ആയാലും ഫൈനൽ ആയാലും ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ക്ലിയർ ചെയ്ത് വന്നതാണ് ബൈ ഗോഡ്സ് ഗ്രേസ്. അപ്പം ഞാൻ എപ്പോഴും എല്ലാവരുടെ അടുത്തും പറയുന്നതാണ്, ഐ ഹാവ് ഓൾവേസ് ഗോൺ ഫോർ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മെറ്റീരിയൽ. ഇപ്പൊ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മെറ്റീരിയൽ വെച്ചിട്ടാണ് ഞാൻ പഠിച്ചത്. ബിയോണ്ട് ദാറ്റ് ഞാൻ ഒരു ഗൈഡോ ഒരു റെഫറൻസ് ബുക്കോ ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല. സോ എപ്പോഴും നമ്മൾ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ യു ക്യാൻ ഗോ ഫോർ അതർ ബാക്കി കുറെ ഓതേഴ്സിന്റെ ബുക്സ് ഉണ്ടാവും, കാര്യങ്ങളുണ്ടാവും. പക്ഷെ ഫസ്റ്റ് ആൻഡ് ബെസ്റ്റ് പ്രിഫറൻസ് എപ്പോഴും ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മെറ്റീരിയലിന് കൊടുക്കുക. അപ്പം പഠിക്കുന്ന സമയത്ത് വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ അക്കൗണ്ടിങ് ഒക്കെ ആവുന്ന സമയത്ത് നമ്മൾ പ്രോബ്ലം ചെയ്തിട്ട് തന്നെ പഠിക്കുക. എപ്പോഴും യു ഹാവ് ടു റൈറ്റ് യുവർ ആൻസേഴ്സ് ആസ് ഹൗ യു ആർ അറ്റൻഡിങ് ഇൻ യുവർ എക്സാം. നിങ്ങൾ എക്സാം എങ്ങനെയാണോ എഴുതുന്നത് അതേ രീതിയിൽ നിങ്ങൾ ആൻസേഴ്സ് എഴുതി പ്രസന്റ് ചെയ്തിട്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് ആ ഒരു സ്പീഡ്, ആ പേസ് നിങ്ങൾക്ക് ഗെയിൻ ചെയ്യാൻ പറ്റും. അതുപോലെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇപ്പം കുറെ അഡ്ജസ്റ്റ്മെന്റ്സും കാര്യങ്ങളും, ഇപ്പൊ ബാലൻസ് ഷീറ്റ്, ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അഡ്ജസ്റ്റ്മെന്റ്സ് ഉണ്ടാവും. അപ്പൊ അഡ്ജസ്റ്റ്മെന്റ്സ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നമ്മൾ എന്ത് കാര്യം ചെയ്യുന്ന സമയത്ത് ഒരു ക്യാച്ച് ചെയ്തിട്ടുള്ള എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ്സ് നിങ്ങൾക്ക് തോന്നുകയാണ്, അതായത് നിങ്ങൾ ആ ഒരു നോർമൽ വേ ഓഫ് തിങ്കിങ്ങിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെന്റ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ യു ഷുഡ് മാർക്ക് ഇറ്റ്. അത് ഹൈലൈറ്റ് ചെയ്ത് വെക്കുക. എക്സാം അടിക്കുന്ന സമയത്ത് നമ്മൾ ഒരു ഫൈനൽ റൗണ്ട് ഓഫ് റിവിഷൻ വരുന്ന സമയത്ത് അങ്ങനെ ഹൈലൈറ്റ് ചെയ്ത സാധനങ്ങളോട് നിങ്ങൾ നോട്ട്സ് പോകുന്ന സമയത്ത് അത് നിങ്ങളെ മൈൻഡിൽ റിഫ്രഷ് ചെയ്യാൻ പറ്റും, അഡ്ജസ്റ്റ്മെന്റ് എന്തായിരുന്നു എന്നുള്ളത്. അപ്പം അത് നിങ്ങളുടെ മൈൻഡിൽ വെച്ചിട്ട് നിങ്ങൾ പോകും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ എക്സാം എഴുതിയിട്ട് ആൻസേഴ്സ് എഴുതിയിട്ട് പഠിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എഴുതുന്ന സമയത്ത് ഇപ്പം നോട്ട്സ് ഒക്കെ ഉണ്ടാവും നമുക്ക്. അതായത് നമ്മൾ ഈ അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഇത് ബേസ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ ഈ കമ്പനീസ് ആക്ടിലെ ഈ ഒരു പ്രൊവിഷൻ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ നോട്ട് കംപ്ലീറ്റ് പ്രൊവിഷൻ കംപ്ലീറ്റ് സെന്റൻസിൽ പ്രോപ്പർ ആയിട്ട് എഴുതിയിട്ട് തന്നെ പഠിക്കുക. കാരണം അത് എനിക്ക് വന്നൊരു ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള ഒരു പ്രശ്നമായിരുന്നു. ബിക്കോസ് എന്റെ ഫൈനലിന്റെ സമയത്ത് ഇൻകം ടാക്സിൽ നമുക്ക് ടാക്സ് ലയബിലിറ്റി കമ്പ്യൂട്ട് ചെയ്യേണ്ട ഒരു കേസ് വന്ന സമയത്ത് ഞാൻ എക്സാം എഴുതിയിട്ടൊക്കെ തന്നെയാണ് ഞാൻ പഠിച്ചത്. പക്ഷെ പഠിക്കുന്ന സമയത്ത് ഇപ്പം ജസ്റ്റ് ഇങ്ങനെ പറയും, സെക്ഷൻ 43 ക്യാഷ് ട്രാൻസാക്ഷൻസ് ഗ്രേറ്റർ ദാൻ 10,000 എന്നുള്ള അത് മാത്രം ഞാൻ എന്റെ ഓർമ്മയിലുണ്ട്. അപ്പൊ സെക്ഷൻ കംപ്ലീറ്റ് എഴുതാണ്ട് ഞാൻ അങ്ങനെ മാത്രം എഴുതി ആൻസർ എഴുതിയ സമയത്ത് എക്സാം ഹാളിൽ ചെന്ന് നോക്കുന്ന സമയത്ത് എനിക്ക് ആ പ്രൊവിഷൻ സ്ട്രക്ചർ ചെയ്യാൻ പറ്റില്ല, സെന്റൻസ് സ്ട്രക്ചർ ചെയ്യാൻ പറ്റാത്ത ഒരു പ്രശ്നം വന്നു. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എങ്ങനെ എക്സാമിന് എഴുതുമോ അതുപോലെ തന്നെ നിങ്ങൾ ആൻസർ എഴുതുക. പിന്നെ അതുപോലെ മാക്സിമം സമയം കുറച്ചിട്ട് ആൻസേഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിൽ അത് ഇപ്പോഴേ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. അത് നിങ്ങൾ ഒരുപാട് ടൈം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും എക്സാം ഹാളിൽ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ RTP ആൻഡ് MTP ഒബ്വിയസ്ലി ലാസ്റ്റ് 2 അറ്റംപ്റ്റ്സ് ഉണ്ട്. നിങ്ങളിപ്പം ഡിസംബർ 2021 അറ്റംപ്റ്റ് ആണെങ്കിൽ ഡിസംബർ 2021 അറ്റംപ്റ്റിന് ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു മെറ്റീരിയൽ RTP MTP ഇഷ്യൂ ചെയ്തിട്ടുണ്ടാവും. പ്ലസ് അതിന്റെ തൊട്ട് മുന്നത്തെ ജൂൺ 2021 ഒരു RTP ആൻഡ് MTP ഉണ്ടാവും. ആ 2 അറ്റംപ്റ്റിന്റെ അറ്റ്ലീസ്റ്റ് ആ 2 അറ്റംപ്റ്റിന്റെ നിങ്ങൾ കംപ്ലീറ്റ് കവർ ചെയ്തിട്ട് പോകണം എന്തായാലും RTP ആൻഡ് MTP. പിന്നെ പ്രസന്റേഷൻ ഞാൻ പറഞ്ഞ പോലെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മെറ്റീരിയൽ ചൂസ് ചെയ്യുക, അതുപോലെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ലാംഗ്വേജ്, ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വേ ഓഫ് പ്രസന്റേഷൻ. ഇപ്പൊ ഫൈനൽ അക്കൗണ്ട്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് വർക്കിംഗ്സ് ഉണ്ടാവും. സോ ഡോണ്ട് ഗോ ഫോർ വർക്കിംഗ്സ് ഫസ്റ്റ്. ആദ്യം നമ്മൾ എന്താണ് അതിന്റെ ഔട്ട്പുട്ട് എന്താണ്, ബാലൻസ് ഷീറ്റ്, P&L. ഒരു പേജിൽ ബാലൻസ് ഷീറ്റ് എഴുതുക, ഒരു പേജിൽ P&L വരച്ചിടുക. അത് വരച്ചിട്ടതിന് ശേഷം വർക്കിംഗ് നോട്ട് 1, വർക്കിംഗ് നോട്ട് 2, 3, 4 എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ലിസ്റ്റ് ചെയ്തിട്ട് മാത്രം നിങ്ങൾ വർക്കിംഗ്സ് ചെയ്യാം. അപ്പൊ ബാലൻസ് ഷീറ്റിലും P&L നമ്മൾ ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് ഒബ്വിയസ്ലി വീണോ എന്തൊക്കെ ഐറ്റംസ് ആയിരിക്കും എന്നുള്ളത്. അപ്പൊ ഒരു ബേസിക് ഒരു ഐഡിയ വെച്ചിട്ട് വീണോ നമുക്ക് ആൻസേഴ്സ് എഴുതുന്നത് ആൻസർ പേപ്പർ ഒരു ബുക്ക്ലെറ്റ് ആണ് ഉണ്ടാവുക. അപ്പൊ ഒരു പേജിൽ ബാലൻസ് ഷീറ്റ് ചിലപ്പം കൊള്ളും ചിലപ്പം കൊള്ളില്ല. അപ്പൊ കൊള്ളാത്ത ഒരു കേസ് ആണെങ്കിൽ യു ഷുഡ് ഡു ബാലൻസ് ഷീറ്റ്. ഇപ്പം കമ്പനി അക്കൗണ്ട്സ് ആണെങ്കിൽ ലയബിലിറ്റീസ്, കറന്റ് അസറ്റ്സ് ഒരു സൈഡിൽ, ലയബിലിറ്റീസ് ഒരു സൈഡിൽ, അങ്ങനെ ബാലൻസ് ഷീറ്റ് വരയ്ക്കുക. എന്നിട്ട് അടിയിൽ കണ്ടിന്യൂഡ് എന്ന് എഴുതുക. P&L ഇതുപോലെ തന്നെ വരച്ചിട്ട് അങ്ങനെ പോവാം. സോ ഡോണ്ട് ആദ്യം വർക്കിംഗ്സിലേക്ക് ഒരിക്കലും പോകരുത്. ഔട്ട്പുട്ട് എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ ആദ്യം എഴുതിയതിനു ശേഷം മാത്രം നമ്മൾ വർക്കിംഗ്സ് നമ്മൾ പ്രസന്റ് ചെയ്യുക. സോ അത് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്കത് കാണാൻ പറ്റും. ബിക്കോസ് അവരെ ഔട്ട്പുട്ട് മാത്രമേ വർക്കിംഗ്സ് അവരുടെ കയ്യിൽ ഉണ്ടാവില്ല, ചെറിയ ചെറിയ വർക്കിംഗ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മളത് പ്രോപ്പർ ആയിട്ട് വർക്കിംഗ്സ് ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് എളുപ്പമായിരിക്കും. ഫിഗർ ഇങ്ങോട്ടേക്ക് നമ്മൾ എടുത്തിടാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും. അപ്പം ആ രീതിയിൽ നമ്മൾ പ്രസന്റ് ചെയ്യാൻ ശ്രമിക്കുക. അതും ഈ പറഞ്ഞ പോലെ പഠിക്കുന്ന സമയത്തേ നമ്മളത് പ്രാക്ടീസ് ചെയ്തിട്ട് പോവുക എന്നുള്ളതാണ് അതിലെ ഏറ്റവും ഈസിയസ്റ്റ് വേ. പിന്നെ അക്കൗണ്ടിങ്ങിന്റെ ഒരു ഇതിൽ ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഏത് വലിയ ക്വസ്റ്റ്യൻ ആണെങ്കിലും 30 മിനിറ്റ്സിൽ കൂടുതൽ ഒരു ക്വസ്റ്റ്യന്റെ മുകളിൽ യു ഷുഡ് നെവർ സ്പെൻഡ് മോർ ദൻ 30 മിനിറ്റ്സ് ഓൺ ആൻ ആൻസർ.
ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ എത്ര വലിയ ഇതാണെങ്കിലും 10 മാർക്കിന്റെ അല്ലേ. അപ്പൊ അതൊരിക്കലും 30 മിനിറ്റ്സിന് മുകളിൽ പോരുത്. നിങ്ങൾക്ക് അത് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല, പക്ഷെ യു ക്യാൻ കംപ്ലീറ്റ്. നിങ്ങൾക്ക് അറിയാം, പക്ഷെ അത് സമയം എടുക്കണു എന്ന് കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? ആഫ്റ്റർ 30 മിനിറ്റ്സ് ലീവ് 2 or 3 പേജസ്. എത്ര പേജ് നിങ്ങൾക്ക് ഏകദേശം വേണ്ടി വരും ഇനി വർക്കിംഗ്സ് ചെയ്യാൻ എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അത്ര പേജ് ഇടുക. എന്നിട്ട് യു ഗോ ഫോർ ദ നെക്സ്റ്റ് ആൻസർ ഇൻ ദ നെക്സ്റ്റ് പേജ്. അങ്ങനെ പോയി. എന്നിട്ട് വൺസ് യു കംപ്ലീറ്റ് എവറിഥിങ്, അല്ലെങ്കിൽ ഏകദേശം ഒരുവിധം കംപ്ലീറ്റ് ആയി നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ സമയമുണ്ട് എന്ന് കണ്ടാൽ തിരിച്ചു വന്നിട്ട് ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. ഇനി അതല്ല, നിങ്ങൾക്ക് സമയം കിട്ടിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് സ്ട്രൈക്ക് ഓഫ് ദോസ് പേജസ്. ആ പേജസ് സ്ട്രൈക്ക് ഓഫ് ചെയ്യുക, അടിയിൽ കണ്ടിന്യൂഡ് എന്ന് എഴുതി വെക്കാം. ജസ്റ്റ് സ്ട്രൈക്ക് ഓഫ് മാത്രം ചെയ്തിട്ട് കാര്യമല്ല. അങ്ങനെയാകുമ്പം എന്താ നമ്മളെ ആൻസർ ഷീറ്റ് ചെക്ക് ചെയ്യുന്ന ആള് പുള്ളി വിചാരിക്കുന്നത് എന്ത്, ആൻസേഴ്സ് കഴിഞ്ഞു, കുട്ടിയുടെ ആൻസേഴ്സ് അവിടെ അവസാനിച്ചു എന്ന് കരുതും. സോ യു ഷുഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു റൈറ്റ് കണ്ടിന്യൂഡ് എന്ന് എഴുതാൻ മറക്കരുത്. അങ്ങനെ സ്ട്രൈക്ക് ഓഫ് ചെയ്യുകയാണെങ്കിൽ, അതായത് മിഡിൽ പേജ് സ്ട്രൈക്ക് ഓഫ് ചെയ്യുന്ന ഒരു കേസ് വരുവാണെങ്കിൽ. ഓക്കെ, സോ ഇനി ടോപ്പിക് വൈസ് വെയിറ്റേജും എങ്ങനെ നമ്മൾ എക്സാമിന് പഠിക്കാൻ ഏതൊക്കെ രീതിയിൽ പ്രയോറിറ്റി കൊടുക്കണം എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. സോ ഫസ്റ്റ് നമുക്ക് വരുന്നത് ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ തിയറട്ടിക്കൽ ഫ്രെയിംവർക്ക്, അതായത് അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ്, പ്രിൻസിപ്പൽസ്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, അങ്ങനത്തെ കാര്യങ്ങളാണ് ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ കവർ ചെയ്യുന്നത്. സെക്കൻഡ് യൂണിറ്റിൽ നമുക്ക് ജേണൽ എൻട്രീസ്, അതായത് ബേസിക് അക്കൗണ്ടിങ് പ്രോസസ് ആണ്. ജേണൽ എൻട്രീസ്, റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ്, ബാങ്ക് റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ്, പിന്നെ ചെറിയ ഇൻവെന്ററിന്റെ പോർഷൻ വരുന്നുണ്ട്, ഡെപ്രിസിയേഷൻ വരുന്നുണ്ട്. പിന്നെ വരുന്നത് അക്കൗണ്ടിങ് ഫോർ സ്പെഷ്യൽ ട്രാൻസാക്ഷൻസ് ഉണ്ട്, അതായത് ബിൽസ് ഓഫ് എക്സ്ചേഞ്ച്, സെയിൽ ഓഫ് ഗുഡ്സ് ഓൺ അപ്രൂവൽ, കൺസൈൻമെന്റ് അക്കൗണ്ടിങ് ഉണ്ട്, ആവറേജ് ഡ്യൂ ഡേറ്റ്സ് ഉണ്ട്, അക്കൗണ്ട് കറന്റ് ഉണ്ട്. പിന്നെ ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, പാർട്ട്ണർഷിപ്പ് ആൻഡ് NPO, നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസിന് ഫൈനൽ അക്കൗണ്ട്സ് ഉണ്ട്. ആൻഡ് ലാസ്റ്റ്ലി വി ഹാവ് കമ്പനി അക്കൗണ്ട്സ് ഓൺ അവർ സിലബസ്. അപ്പൊ ഇതിന്റെ വെയിറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് നമ്മൾ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്, സ്റ്റാൻഡേർഡ്സ് ആ ഭാഗം കവർ ചെയ്യുന്ന ഒരു 5 to 10 മാർക്സ് ആണ് നോർമലി വരുന്നത്. ഈ വെയിറ്റേജ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മൾക്ക് വേണ്ടിയിട്ട് ഇഷ്യൂ ചെയ്തിട്ടുണ്ട് വെയിറ്റേജ് എത്ര. അതും ഒരു പ്രയർ 2, 3, 4 അറ്റംപ്റ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ബേസ് ചെയ്തിട്ട് നമ്മളൊരു കൺക്ലൂഷനിൽ എത്തിയിട്ടുള്ളതാണ്, ഒരു എസ്റ്റിമേറ്റ് ആണ് ഇത്. അപ്പം ഫസ്റ്റ് സ്റ്റാൻഡേർഡ്സിന്റെ മുകളിൽ 5 to 10 മാർക്സിന്റെ ഒരു വെയിറ്റേജ് ആണ് നോർമലി പറയാറുള്ളത്. പിന്നെ ജേർണൽ എൻട്രീസ്, ROE, BRS, ഇൻവെന്ററി ഡിപ്രിസിയേഷൻ, ആ ഒരു ഭാഗം 30 to 40 മാർക്സ് കവർ ചെയ്യുന്നതാണ്. അക്കൗണ്ടിങ് ബേസിക് അക്കൗണ്ടിങ് പ്രോസസ് ആണ്, 30 to 40 മാർക്സ് കവർ ചെയ്യുന്ന ഇമ്പോർട്ടന്റ് പോർഷൻ ആണ്. യു ഷുഡ് ഡെഫിനറ്റ്ലി നമ്മൾ എന്തായാലും നന്നായിട്ട് സ്ട്രെസ് കൊടുത്തിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു പോർഷൻ ആണ് ആ ഒരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ സ്പെഷ്യൽ ട്രാൻസാക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ആണ് വരുന്നത്. പക്ഷെ ഇൻഡിവിജ്വലി ഓരോന്ന് എടുത്ത് നോക്കുമ്പോൾ ബിൽസ് ഓഫ് എക്സ്ചേഞ്ച് ആണെങ്കിലും, സെയിൽ ഓൺ അപ്രൂവൽ ബേസിസ്, കൺസൈൻമെന്റ്, ആവറേജ് ഡ്യൂ ഡേറ്റ് അല്ലെ, അക്കൗണ്ട് കറന്റ് എന്നൊക്കെ പറയുമ്പോൾ ഇൻഡിവിജ്വലി ഓരോ ടോപ്പിക്സ് ചെറിയ ടോപ്പിക്സ് ആണ്. 20 to 25 മാർക്സ് കവർ ചെയ്യുന്നുണ്ട്. നമ്മൾ ആ ഒരു മാർക്സ് വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് അതിന് വരുന്ന ഒരു ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറച്ചായിരിക്കും. ബിക്കോസ് ചെറിയ പോർഷൻസ് ആണ്, പക്ഷെ നമുക്ക് ഈസിലി സ്കോർ ചെയ്യാൻ പറ്റാവുന്ന രീതിയിലുള്ള ഒരു പോർഷൻസ്. അപ്പൊ അതും നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. അപ്പൊ വൺസ് ആ 2 പോർഷൻസ്, അതായത് അക്കൗണ്ടിങ് പ്രോസസ്, ജേർണൽ എൻട്രീസ്, ROE, BRS പ്ലസ് ഇൻവെന്ററി പ്ലസ് ഡെപ്രിസിയേഷൻ, ആ ഒരു ഏരിയയും, പിന്നെ ഈ സ്പെഷ്യൽ ട്രാൻസാക്ഷൻസിന്റെ അക്കൗണ്ട്സ്, അതായത് ബിൽസ് ഓഫ് എക്സ്ചേഞ്ച്, സെയിൽ ഓഫ് ഗുഡ്സ് ഓൺ അപ്രൂവൽ ബേസിസ്, കൺസൈൻമെന്റ്, ആവറേജ് ഡ്യൂ ഡേറ്റ്, അക്കൗണ്ട് കറന്റ്. ആവറേജ് ഡ്യൂ ഡേറ്റ് ഒക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ പോലെ വരുന്ന ഒരു സാധനമാണ്. അപ്പം ആ ഒരു പോർഷൻസ് കവർ ചെയ്ത് കഴിഞ്ഞാൽ 30 to 40 പ്ലസ് 20 to 25, അതായത് ഒരു 50-60 മാർക്സിനുള്ള ഒരു പോർഷൻ ആണ് ആ ഒരു രണ്ട് ഇതിലൂടെ കവർ ചെയ്ത് പോകുന്നത്. അപ്പൊ 50-60 എന്ന് പറയുമ്പോൾ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു 50, നമ്മളിപ്പം CA എക്സാംസിന് ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എക്സാം കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ട് ഈസി പേപ്പർ ആയിരുന്നു, ഞാൻ ഒരു 85 എക്സ്പെക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് നിങ്ങൾക്ക് ഒരു 60-65 നിങ്ങൾക്ക് കിട്ടും എന്ന് എക്സ്പെക്ട് ചെയ്യാം. ബിക്കോസ് അങ്ങനെയാണ് അവരുടെ മാർക്ക് അവർ അങ്ങനെ മാർക്ക് തരത്തുള്ളൂ. അപ്പൊ നമ്മളൊരു 50-60 മാർക്സിന്റെ പോർഷൻസ് നമ്മൾ അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു 45 ഒക്കെ നമുക്ക് അതിൻ്റെ അകത്ത് സ്കോർ ചെയ്യാൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പിന്നെ വരുന്നത് ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, പാർട്ട്ണർഷിപ്പ് ആൻഡ് NPO, അത് ക്ലോസിംഗ് അക്കൗണ്ട്സ് ക്ലോസ് ചെയ്യുക, പിന്നെ ബാലൻസ് ഷീറ്റ് ബാൻസിൽ ഡ്രോപ്പ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അതിൽ വരുന്നത്. അപ്പൊ അത് 30 to 40 മാർക്സിന്റെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. പക്ഷെ അതിൽ നോർമലി കണ്ടുവരാറുള്ള ചിലപ്പം ഭയങ്കര ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ചിലപ്പം ഏതെങ്കിലും നമ്മളൊരു ക്യാച്ച് ചെയ്തിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവും, നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു അഡ്ജസ്റ്റ്മെന്റ് വെച്ചിട്ടായിരിക്കും ഉണ്ടാവും. എന്നാലും 30 to 40 മാർക്സിൽ നമുക്ക് ഒരു 20 മാർക്സ്, ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ ഉള്ള ഒരാൾക്ക് എന്തായാലും ഒരു 15 മാർക്സ് എങ്കിലും നമുക്ക് ഈസിലി സ്കോർ ചെയ്യാൻ പറ്റാവുന്നതാണ്. അപ്പം ഞാനത് കംപ്ലീറ്റ് ഇഗ്നോർ ചെയ്യുക എന്നുള്ളതല്ല, അറ്റ്ലീസ്റ്റ് അത്രയെങ്കിലും നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റണം.
അപ്പൊ ആ രീതിയിൽ നമ്മൾ കൊടുക്കുക. പക്ഷെ ഞാൻ പറഞ്ഞ ഇമ്പോർട്ടൻസ് ഈ ഒരു ഓർഡറിലാണ് പോകേണ്ടത്. അതായത് ഫസ്റ്റ് അക്കൗണ്ടിംഗ് പ്രോസസ്സിന്റെ പോർഷൻസിന് കൊടുക്കുക, സെക്കൻഡ് സ്പെഷ്യൽ ട്രാൻസാക്ഷൻസ് കൊടുക്കുക, തേർഡ് ഈ ഫൈനൽ അക്കൗണ്ട്സിനെ കുറിച്ച് നിങ്ങൾ പഠിക്കുക എന്നുള്ള രീതിയിൽ. അത് റിവൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ ഓർഡറിൽ തന്നെ റിവൈസ് ചെയ്തിട്ട് പോകണം. കാരണം കുഞ്ഞു കുഞ്ഞു പോർഷൻസ് നമ്മൾ പെട്ടെന്ന് കവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കോൺഫിഡൻസ് വരും. ഓ, ഇത്രയും ഭാഗം ഞാൻ റിവൈസ് ചെയ്ത് കഴിഞ്ഞുള്ളൂ. എക്സാമിന്റെ തലേ ദിവസം അല്ലെങ്കിൽ 2 ദിവസം മുന്നേ നമ്മൾ നോക്കുന്ന സമയത്തും നമ്മൾ ഈ ഒരു പ്രയോറിറ്റി വെച്ചിട്ട് നമ്മൾ റിവൈസ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു കോൺഫിഡൻസ് വരും. അല്ലാതെ വലിയൊരു കടൽ പോലെ ഇരിക്കുന്ന ഒരു സാധനം നമ്മൾ ആദ്യം പഠിക്കാൻ പോയി കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളൊക്കെ പുറകിലായി പോകും. അപ്പം ഈ ഒരു ഓർഡറിൽ തന്നെ നിങ്ങൾ റിവിഷനും ഒന്ന് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. പിന്നെ വരുന്ന കമ്പനി അക്കൗണ്ട്സ് ചെറിയ പോർഷൻ ആണ്, കുഞ്ഞു കുഞ്ഞു ബേസിക് എന്താ ജേർണൽ എൻട്രീസ് ആണ് വരുന്നത്. പിന്നെ നമുക്ക് ജസ്റ്റ് ബാലൻസ് ഷീറ്റും P&L ഒന്ന് ഡ്രോപ്പ് ചെയ്യാന്നുള്ള ആ ഒരു രീതിയിലുള്ള അതിന്റെ ഒരു കാര്യങ്ങളും പഠിക്കേണ്ടത്. 15 to 18 മാർക്സ് ആണ്. 10 മാർക്സ് ഒക്കെ ഈസിലി നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പം ആ രീതിയിൽ നമ്മൾ പഠിക്കുക. പിന്നെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും പഠിക്കണം. എന്തായാലും നിങ്ങൾ തറോ ആയിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. പക്ഷെ അത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കേസ് അനാലിസിസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച രീതിയിൽ അത് ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ. ഇന്റർപ്രിട്ടേഷൻ സ്കിൽസ് ആണ് ശരിക്കും പറഞ്ഞാൽ CAന്റെ എക്സ്പെർട്ടൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് വരുന്നത്. അപ്പൊ നമ്മൾ ഇപ്പോഴേ നമ്മളത് പ്രാക്ടീസ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ കഴിയുകയാണെങ്കിൽ നമുക്ക് അത്രയും നന്നായിരിക്കും. കാരണം ഒരു ക്ലയന്റ് നമ്മളെടുത്ത് ഒരു ഇൻകം ടാക്സിന്റെ ഒരു പ്രശ്നമായി വരുന്ന സമയത്ത് അത് നമ്മൾ ഏത് ആക്ടിൽ ഏത് ഭാഗം വെച്ചിട്ട് നമുക്ക് ഇതിലേക്ക് അത് കൊണ്ടുവരാൻ പറ്റും, നമുക്ക് ഏത് രീതിയിൽ ആക്ടിനെ കണക്ട് ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് അത് ഇന്റർപ്രിട്ടേഷൻ സ്കിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ചില കേസിൽ കമ്പൽസറി ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുണ്ട്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് അങ്ങനെ വരികയാണെങ്കിൽ, ആൻഡ് ഇഫ് യു ആർ തറോ വിത്ത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, എന്താ ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, യു ഷുഡ് ഡെഫിനറ്റ്ലി ഗോ ഫോർ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. അതായത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് നിങ്ങൾ ആദ്യം അറ്റൻഡ് ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ടു അറ്റൻഡ്. എന്തായാലും നമുക്കൊരു എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഏറ്റവും വലിയൊരു കാര്യം, ഒരു കൺഫ്യൂഷനുള്ള ഒരു കാര്യം ഇതായിരിക്കും, നമ്മൾ ഏത് ക്വസ്റ്റ്യൻ ആണ് ആദ്യം അറ്റൻഡ് ചെയ്യാന്ന്. അപ്പം അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിന്റെ ക്വസ്റ്റ്യൻ കമ്പൽസറി ക്വസ്റ്റ്യൻ ആയിട്ടുണ്ട്. ആൻഡ് എല്ലാ ക്വസ്റ്റ്യൻസും വായിച്ച് നോക്കുക. ആൻഡ് യു ആർ കോൺഫിഡന്റ് അത് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുമെന്ന് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ഷുഡ് ഗോ ഫോർ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. അത് നമ്മൾ പ്രോപ്പർ ആയിട്ട് നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്തിട്ട് നമ്മൾ ആൻസേഴ്സ് പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി എക്സാമിനേഴ്സ് ഭയങ്കരമായിട്ട് ഒരു ഇംപ്രസ്ഡ് ആയിരിക്കും. കാരണം അത് നോർമലി നമ്മളൊരു +2 കൊമേഴ്സ് അക്കൗണ്ട്സിൽ അല്ലെങ്കിൽ ഒന്നും നമ്മൾ അല്ലെങ്കിൽ എന്താ ബികോം അക്കൗണ്ട്സിൽ നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിലും പക്ഷെ ഈ രീതിയിൽ നമ്മൾ അത് പഠിക്കുന്നില്ല. അപ്പം നമുക്ക് ആ ഒരു എക്സാമിനർ ഇംപ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചാൻസ് ആണത്. അപ്പം ആ രീതിയിൽ നമ്മളത് പ്രസന്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക എന്നുള്ളതാണ് ആ കാര്യം. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ഒരു ഓർഡറിൽ, അതായത് ജേർണൽ എൻട്രീസ്, ROE, BRS, ഇൻവെന്ററി ആൻഡ് ഡെപ്രിസിയേഷൻ ചെറിയ ചെറിയ പോർഷൻസ് ആണ്. പിന്നെ അതുപോലെ സ്പെഷ്യൽ ട്രാൻസാക്ഷൻസ്, പിന്നെ ഫൈനൽ അക്കൗണ്ട്സ്, കമ്പനി അക്കൗണ്ട്സ് എന്നുള്ള രീതിയിൽ പോവുക. അപ്പം അതാണ് എക്സാം ഹാളിൽ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ക്വസ്റ്റ്യന്റെ മുകളിൽ ഒരുപാട് ടൈം ഒരിക്കലും സ്പെൻഡ് ചെയ്യാതിരിക്കുക. ബിക്കോസ് അത് നമ്മളെ കോൺഫിഡൻസിനെയും കൂടെ നമ്മളെ ബാധിക്കുന്ന ഒരു കാര്യമാണത്. So next we'll go to paper 4. Sorry, paper 2. Paper 2 is business law and business correspondence and reporting. Law, പിന്നെ അത് അഡീഷണലി പുതിയ സിലബസ് വന്ന സമയത്ത് വന്നതാണ് ബിസിനസ് കറസ്പോണ്ടൻസ് ആൻഡ് റിപ്പോർട്ടിംഗ്. അതായത് എന്താ കുറെ ഡ്രാഫ്റ്റ് ചെയ്യാനുള്ള കുറെ കാര്യങ്ങൾ, അതിനെക്കുറിച്ച് റിപ്പോർട്ട് ഡ്രാഫ്റ്റിങ്ങും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഡെഫിനറ്റ്ലി നമുക്ക് ഒരു പ്രാക്ടീസിലേക്ക് അല്ലെങ്കിൽ നമ്മളെ പ്രൊഫഷൻ വൺസ് പ്രാക്ടീസ് ചെയ്ത് നമ്മൾ ക്വാളിഫൈ ചെയ്ത് അതിലേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണത്. സോ ഇത് തിയറി പേപ്പർ ആണ്. ഒബ്വിയസ്ലി ലോ ഇസ് എ തിയറി പേപ്പർ. ഒബ്ജക്റ്റീവ് ആയിരുന്നു, ഇപ്പം സബ്ജക്റ്റീവിലേക്ക് മാറിയ പേപ്പർ ആണ്. അതിൽ ലോ 60 മാർക്സ്, ലോ കംപ്രൈസസ് ഫോർ 60 മാർക്സ് ആൻഡ് BCR ബിസിനസ് കറസ്പോണ്ടൻസ് ആൻഡ് റിപ്പോർട്ടിംഗ് 40 മാർക്സിന്റെ പേപ്പർ ആണ്. ഇതിലുള്ള കാര്യം വെച്ചാൽ ലാംഗ്വേജ് ആൻഡ് പ്രസന്റേഷൻ ആസ് പെർ ICA മെറ്റീരിയൽ. അതായത് തിയറി പേപ്പർ ആവുന്ന സമയത്ത് തിയറി പേപ്പേഴ്സിന്റെ ക്വസ്റ്റ്യന്റെ ആൻസേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് മെറ്റീരിയൽ, ഞാൻ പറഞ്ഞ പോലെ എല്ലാ സബ്ജക്റ്റിനും ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മെറ്റീരിയൽ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വേ ഓഫ് പ്രസന്റേഷൻ യു ഷുഡ് ഫോളോ. അത് നമ്മൾ നന്നായിട്ട് പഠിച്ചു വെക്കുക. അപ്പം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ലാംഗ്വേജ് എന്താണ്, ലോക്ക് എങ്ങനെയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻസേഴ്സ് സ്ട്രക്ചർ ചെയ്യുന്നത്, എന്തൊക്കെ രീതിയിലാണ് അവർ സെന്റൻസ് സ്ട്രക്ചർ ചെയ്യുന്നത്, അവരുടെ ഒരു ലാംഗ്വേജ് സ്റ്റൈൽ എന്താണ്, ആ രീതി നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. ആ രീതിയിൽ തന്നെ നിങ്ങൾ ആൻസേഴ്സും സ്ട്രക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഇപ്പൊ നോർമലി കേസ് അനാലിസിസ് വരുന്ന കേസിനറിയ വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിൽ നമ്മൾ ആദ്യം നോർമലി പ്രൊവിഷൻ ആണ് നമ്മൾ ആദ്യം കോട്ട് ചെയ്യുക.
ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കേസിൽ ഇപ്പം ഇത് ഈ ഒരു ആക്ടിലെ ഈ സെക്ഷൻ ബേസ് ചെയ്ത് വരുന്നത്. അപ്പൊ നമ്മൾ ആദ്യം സെക്ഷൻ ആസ് പെർ സെക്ഷൻ ഓഫ് ദിസ് ആക്ട് പ്രൊവിഷൻസിൽ പറയുന്ന കാര്യങ്ങൾ ഇതാണ്. സെക്കൻഡ് പാരഗ്രാഫിൽ വി വിൽ സേ തന്നിരിക്കുന്ന കേസ് ഇതാണ്. എന്നിട്ട് തേർഡ് പാരഗ്രാഫിൽ വി വിൽ കൺക്ലൂഡ്. ദാറ്റ്സ് ഹൗ വി വിൽ ഡു നോർമലി ലോയിലെ അനാലിസിസ് നമ്മൾ നടത്തുന്ന രീതി അങ്ങനെയാണ് വരുന്നത്. ഇനി ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നതെങ്കിൽ, അതായത് ഡയറക്റ്റ് ഇപ്പം വാട്ട് ആർ ദ എസെൻഷ്യൽസ് ഓഫ് വാലിഡ് കോൺട്രാക്ട് അങ്ങനെ ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മെറ്റീരിയലിൽ ആ കാര്യം എങ്ങനെയാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത് ആ രീതിയിൽ നമ്മൾ പ്രസന്റ് ചെയ്യാൻ ശ്രമിക്കുക. അതായത് അത് പോയിന്റ്സ് ആയിട്ടാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് മെറ്റീരിയൽ കൊടുത്തിരിക്കുന്നത് വെച്ചാൽ നമ്മൾ ഇവിടെയും പോയിന്റ്സ് ആയിട്ട് കൊടുക്കുക. ഇനി അതല്ലാതെ പാരഗ്രാഫ് ആയിട്ടാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസന്റ് ചെയ്തിരിക്കുന്നത് വെച്ചാൽ വിൽ ഗോ ഫോർ പാരഗ്രാഫ് പ്രസന്റേഷൻ. ആ രീതിയിൽ ചെയ്യാം. പിന്നെ ഇതില് സെക്ഷൻ നമ്പേഴ്സ് ഞാനിപ്പോ പറഞ്ഞു. സെക്ഷൻ നമ്മളിപ്പോ ഒരു പ്രൊവിഷൻ കോട്ട് ചെയ്യുന്ന സമയത്ത് സെക്ഷൻ നമ്പേഴ്സ് നമ്മൾ കോട്ട് ചെയ്യണോ വേണ്ടയോ എന്നുള്ളതാണ്. ഒബ്വിയസ്ലി സെക്ഷൻ നമ്പേഴ്സ് കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എക്സാമിനർ ഇംപ്രസ്ഡ് ആവും എന്നുള്ള കാര്യം വളരെ ഉറപ്പാണ്. പക്ഷെ ഗിവൺ ഈ ഒരു ഫൗണ്ടേഷൻ ലെവൽ ആയതുകൊണ്ട് അതൊരിക്കലും മാൻഡേറ്ററി അല്ല. സെക്ഷൻ നമ്പേഴ്സ് ഈവൻ ഇന്റർ ലെവലിലും സെക്ഷൻ നമ്പേഴ്സ് മാൻഡേറ്ററി ആണ് എന്ന് എവിടെയും പറയാറില്ല. ബട്ട് ഇഫ് യു ക്യാൻ, നിങ്ങൾക്ക് അത് പഠിക്കാൻ പറ്റും, നിങ്ങൾക്ക് അത് കറക്റ്റ് ആയിട്ട് ആക്യുറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് റിക്കോൾ ചെയ്തിട്ട് എക്സാം പേപ്പറിലേക്ക് ആൻസർ ഷീറ്റിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ ഡെഫിനറ്റ്ലി യു ഷുഡ് ഡു ദാറ്റ്. അത് ചെയ്യുന്ന സമയത്ത് ഞാനൊക്കെ ഫൈനൽ എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ വാട്ട് ഐ ഡിഡ് ഫസ്റ്റ് വാസ് ക്വസ്റ്റ്യൻ നമ്പർ ആൻസർ നമ്പർ എഴുതുന്നു, എന്നിട്ട് അത് ഏത് ആക്ട് ഏത് സെക്ഷനാ എന്നുള്ള എഴുതിയിട്ട് ഞാൻ അണ്ടർലൈൻ ചെയ്യും. ഇപ്പം സെക്ഷൻ 143 ഓഫ് കമ്പനീസ് ആക്ട് 2013 അണ്ടർലൈൻ ചെയ്തു. എന്നിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ ആൻസർ പ്രസന്റ് ചെയ്യുന്നു. അങ്ങനെയാവുന്ന സമയത്ത് ബിക്കോസ് എക്സാമിനർക്ക് ഫസ്റ്റ് നോക്കുന്ന സമയത്ത് ബിക്കോസ് എന്തായാലും നമ്മളെ ആൻസേഴ്സ് കംപ്ലീറ്റ് വായിച്ച് നോക്കാനുള്ള ഒരു സമയം അവർക്ക് ഉണ്ടാവില്ല. അപ്പൊ അവര് ഫസ്റ്റ് ടൈം നോക്കുന്ന സമയത്ത് അവർക്ക് എന്ത് കാണാൻ പറ്റും? ഷീ നോസ് ദ തിങ് എന്താണ്, അല്ലെങ്കിൽ ഹി നോസ് ദ തിങ് എവിടെ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് എന്ന് ആൾക്കറിയാം. അങ്ങനെയാവുന്ന സമയത്ത് നമ്മൾ പകുതി കാര്യം അവിടെ തീർന്നു. ബാക്കി 50% നമ്മൾ ആൻസറിൽ ഉണ്ടോ എന്നുള്ള നമ്മൾ കൺക്ലൂഷനിൽ വന്നിട്ടുണ്ടോ എന്നുള്ള രീതി നോക്കിയാൽ മതി. പക്ഷെ അതൊരിക്കലും ഞാൻ ഒരിക്കലും നിർബന്ധിക്കുന്നില്ല നിങ്ങൾ സെക്ഷൻ നമ്പേഴ്സ് പഠിക്കണം എന്നുള്ളത്. ബട്ട് ഇഫ് യു ഹാവ് ടൈം ആൻഡ് ഇഫ് യു ക്യാൻ, നിങ്ങൾ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒബ്വിയസ്ലി യു ക്യാൻ ഡു ദാറ്റ്. പിന്നെ സെക്ഷൻ നമ്പേഴ്സ് പഠിക്കാനുള്ള ഒരു എളുപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു പോർഷൻസ് കവർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്നുകിൽ നിങ്ങൾ നോട്ട്ബുക്കിന്റെ പുറകിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റഫ് പേപ്പർ എടുക്കുക, ഓർഡറിൽ സെക്ഷൻ എഴുതുക. ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന സെക്ഷൻ 1, 2, 3 ഒരു ആക്ട് ഹെഡിങ് എഴുതുക. അപ്പൊ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് സെക്ഷൻ 1, 2, 3, 4, 5, 6 അങ്ങനെ നമ്മൾ ലിസ്റ്റ് ചെയ്യുക. ഇനി ചില കേസിൽ എന്താ സബ് സെക്ഷൻസ് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന കേസ് ഉണ്ടെങ്കിൽ ഇൻ കേസ് ഇപ്പൊ സെക്ഷൻ 10 സബ്സെക്ഷൻ എ, സബ്സെക്ഷൻ ബി എന്നുള്ള രീതിയിൽ, അല്ലെ സബ് ക്ലൂസ് ബി എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് കോട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് പക്ഷെ ഞാൻ സബ് ക്ലോസസോ സബ് സെക്ഷൻസോ ഒരിക്കലും നിങ്ങളുടെ അടുത്ത് പറയുന്നില്ല. സെക്ഷൻ നമ്പേഴ്സ് തന്നെ നിങ്ങളുടെ ചോയ്സ് ആണ് വേണം എന്നുള്ളത്. ആണെങ്കിൽ നിങ്ങൾ നമ്പേഴ്സ് ആ ഓർഡറിൽ ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് അതിന്റെ ഡിസ്ക്രിപ്ഷൻ സെക്ഷൻ 1 എപ്പോഴും എന്താ ഇനാക്ടിവ്മെന്റ് ആപ്ലിക്കബിലിറ്റി അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും. സെക്ഷൻ 2 ഡെഫിനേഷൻ ആയിരിക്കും എപ്പോഴും ഒരു ആക്ടിൽ ഉണ്ടാവുക. സെക്ഷൻ 3 എന്നുള്ള ആ രീതിയിൽ ജസ്റ്റ് അതിന്റെ കണ്ടന്റ് എന്താന്നുള്ളത് മാത്രം ജസ്റ്റ് എഴുതി വെക്കുക. എല്ലാ ദിവസവും രാവിലെ അല്ലെങ്കിൽ വൈകിട്ടോ അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ഡേയ്സിലോ നിങ്ങൾ അത് ജസ്റ്റ് ഇങ്ങനെ ഓടിച്ചു നോക്കുന്ന സമയത്ത് മേ ബി നിങ്ങളുടെ മൈൻഡിൽ അത് നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റും. ഈസിലി നിങ്ങൾക്ക് അത് റിക്കോൾ ചെയ്യാൻ പറ്റും. അതൊരു വേ ഓഫ് സ്റ്റഡിയിങ് സെക്ഷൻ നമ്പേഴ്സ് ആണ് വരുന്നത്. പിന്നെ ലോയിൽ നമ്മൾ കുറെ ന്യൂമോണിക്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ കുറെ കാര്യങ്ങൾ പഠിക്കാറുള്ളത്. അപ്പൊ അങ്ങനത്തെ എല്ലാ ട്രിക്സും കാര്യങ്ങളും വെച്ചിട്ട് നമ്മൾ കാര്യങ്ങൾ ഓർത്തെടുക്കാനുള്ള രീതിയിൽ നമ്മൾ നോക്കുക. ബിക്കോസ് നമ്മൾ എഫേർട്സ് എന്തായാലും ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഉള്ളത് ബിസിനസ് ലോ, ഞാൻ അതിന് സെപ്പറേറ്റ് ചെയ്തിട്ട് പറയാണ്. ബിസിനസ് ലോ നമ്മൾ റിവൈസ് ചെയ്യുന്ന സമയത്ത് ഒരു 2 to 2.5 hours ഫോർ ഈച്ച് ചാപ്റ്റർ അത്രേ കൊടുക്കേണ്ട, അത്ര കാര്യം മാത്രമേ നമുക്ക് വരുന്നുണ്ടാവുള്ളൂ റിവൈസ് ചെയ്യുന്ന സമയത്ത്. അപ്പം ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഓരോ യൂണിറ്റ് ആണ് ഞാൻ പറയുന്ന, ഓരോ ചാപ്റ്റർ നമുക്ക് അതിൻ്റെ അകത്ത് കവർ ചെയ്യാൻ പറ്റും ജസ്റ്റ് ദ ഡേ ബിഫോർ എക്സാമിനേഷൻ. അപ്പൊ അതിൽ നമ്മൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ എക്സാമിന് പഠിക്കുന്ന സമയത്ത് നമ്മൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക, റിവൈസ് ചെയ്യുന്നത് ആ നോട്ട്സ് ആയിരിക്കണം നമ്മൾ റിവൈസ് ചെയ്യണം. പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മെറ്റീരിയലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മൾ സ്പെസിഫിക് ആയിട്ട് ഇതേപോലെ പറഞ്ഞ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് നമുക്ക് തോന്നിയ കാര്യങ്ങൾ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതും നമ്മൾ ഡേ ബിഫോർ ദി എക്സാം നമ്മൾ റിവൈസ് ചെയ്യണം. പിന്നെ കീവേഡ്സ്, അത് തിയറി പേപ്പേഴ്സിന്റെ ഞാൻ പറഞ്ഞ പോലെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ലാംഗ്വേജ് ആൻഡ് ദിസ് കൈൻഡ് ഓഫ് കീവേഡ്സ്. അതായത് ഇപ്പം എന്താ ചില കാര്യങ്ങളുണ്ടാവും, അത് ലോയിൽ പറഞ്ഞിരിക്കുന്ന വേർഡ് തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കാം. എന്താ പറയാ, നമുക്കിങ്ങനെ ലീഗൽ ടേംസ് ഉണ്ടാവും, കുറെ ലീഗൽ ടേംസ് ഉണ്ടാവും. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ ആ ഒരു എസെൻഷ്യൽസ് ഓഫ് വാലിഡ് കോൺട്രാക്ട്
അതിൻ്റെ അകത്ത് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന് കോമ്പിറ്റൻസി ഓഫ് പാർട്ടീസ്, പിന്നെ ലീഗൽ ഒബ്ജക്റ്റ് വേണം, കൺസെന്റ് വേണം, ഫ്രീ കൺസെന്റ് വേണം, പിന്നെ എക്സ്പ്രസ്ലി നോട്ട് ഡിക്ലെയർഡ് വോയിഡ്, അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു 5-6 കാര്യങ്ങൾ അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അത് ആ ടേംസ് യു ഷുഡ് ഡെഫിനറ്റ്ലി റിമെമ്പർ. അതെന്തായാലും നിങ്ങൾ ആ രീതിയിൽ തന്നെ നിങ്ങൾ എക്സാം പേപ്പറിൽ നിങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ വേണം. അതിന്റെ ഉള്ളിലുള്ള കണ്ടന്റ് നിങ്ങൾ എക്സ്പ്ലനേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ സ്വന്തം വേർഡ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇട്ടിട്ട് കാര്യങ്ങൾ എഴുതുക എന്നുള്ളതാണ്. പക്ഷെ ഇതുപോലുള്ള ലീഗൽ ടേംസും കീവേഡ്സും ഡെഫിനറ്റ്ലി യു ഷുഡ് റിമെമ്പർ. അത് എഴുതിയിട്ടില്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല. ബിക്കോസ് ദാറ്റ് ഈസ് വാട്ട് ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇസ് എക്സ്പെക്ടിങ് ഫ്രം അസ്. അങ്ങനത്തെ കാര്യങ്ങളാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മുടെ അടുത്ത് നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ ലോയിൽ നന്നായി ശ്രദ്ധിക്കുക. പോയിന്റ്സ് എന്തൊക്കെയാന്ന് വെച്ചാൽ പോയിന്റ് മെയിൻ കാര്യങ്ങൾ നമ്മൾ എന്തായാലും അണ്ടർലൈൻ ചെയ്ത് ആ വേർഡ്സ് നമ്മൾ പഠിക്കുക. അത് നമ്മളെ നോട്ട്സിൽ വരിക. എക്സാമിന്റെ തലേദിവസം നമ്മൾ അത് റിവൈസ് ചെയ്യുക. റിവൈസ് ചെയ്യുന്ന സമയത്ത് നമുക്കത് മൈൻഡ് റിഫ്രഷ് ആവും. നമുക്കത് എക്സാമിന് ഓർത്തെടുത്തിട്ട് എഴുതാൻ പറ്റും. പിന്നെ ലോ പേപ്പറിന്റെ 10 to 15 മിനിറ്റ്സ്, ഒരു 15 മിനിറ്റ്സിൽ കൂടുതൽ നമ്മളൊരു ആൻസർ എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരിക്കലും ഇരിക്കരുത്. ദാറ്റ്സ് ദി അത്രേ പറ്റുള്ളൂ. നമുക്ക് അത്രേ സമയം കാണുള്ളൂ. അതൊരു ഓപ്റ്റിമം ടൈമാണ്. അതിന്റെ കൂടുതൽ നമ്മൾ ഒരിക്കലും ഒരു ആൻസർ എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവസാനം എത്തുന്ന സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യും. പിന്നെ ലോന്റെ ടോപ്പിക് വൈസ് വെയിറ്റേജ് ഞാൻ പറഞ്ഞുതരാം. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്, ഓഫ് കോഴ്സ് യു നോ ഇറ്റ്സ് എൻ ഓഷൻ. ഒരു ഓഷൻ വലിയ ആക്ട് ആണ്. നമ്മൾ മേജർ പോർഷൻ കവർ ചെയ്യുന്നത് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലാണ്. 18 to 25 മാർക്സിനുള്ള പോർഷൻ ആണ് അത് വരുന്നത്. പിന്നെ വരുന്ന സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് 15 to 18 മാർക്സ് ആണ്. പാർട്ട്ണർഷിപ്പ് ആക്ട് 15 to 18 മാർക്സ് അഗെയിൻ. LLP ആക്ട് 4 to 7 മാർക്സ്. പുതിയ ഇതാണ്, ഐ മീൻ ന്യൂ ആക്ട് ആണ്. പിന്നെ കമ്പനീസ് ഇതില് സെക്കൻഡ്, തേർഡ് ആൻഡ് ഫോർത്ത് വൺ, അതായത് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്, പാർട്ട്ണർഷിപ്പ് ആക്ട് ആൻഡ് LLP ആക്ട്. കുഞ്ഞു കുഞ്ഞു ചെറിയ ചെറിയ സാധനങ്ങളാണ്, കോൺസെപ്റ്റ് ആണ്. ഒരു 40 മാർക്സിനുള്ള ഒരു സിലബസ് അത് ഈ 3 ഇതിൽ കവർ ചെയ്യുന്നുണ്ട്. 35 to 40 മാർക്സിനുള്ളത്. അപ്പൊ നമ്മൾ അത് പഠിച്ചു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് എന്താ പറയുക, നമ്മൾ അത് നല്ല വൃത്തിക്ക് തറവായിട്ട് നമ്മൾ പഠിക്കുക. നന്നായിട്ട് റിവൈസ് ചെയ്യുന്ന സമയത്തും എക്സാമിന്റെ തലേദിവസം നമ്മൾ റിവൈസ് ചെയ്യുന്ന സമയത്തും ആദ്യം ഇത് 3ഉം നമ്മൾ റിവൈസ് ചെയ്യാം. നന്നായിട്ട് നമ്മൾ റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എത്ര 35 to 40 മാർക്സിന്റെ സിലബസ് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ 35 to 40 മാർക്സ് എന്ന് പറയുമ്പോൾ അതിൽ നമുക്കൊരു 28 to 30 മാർക്സ് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളത് നമുക്ക് ഒബ്വിയസ്ലി കമ്പനീസ് ആക്ടും എളുപ്പമുള്ള കാര്യങ്ങളാണ്. ഒരു ഡയറക്റ്റ് തിയറി ആയിട്ടുള്ള വരുന്ന കുറെ കാര്യങ്ങളാണ്. അപ്പൊ അതിൻ്റെ അകത്ത് 10 to 14 മാർക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു 6, 7, 8 ഒരു 14 മാർക്സിന്റെ വന്നു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി 10 മാർക്സ് നമുക്ക് ഈസിലി സ്കോർ ചെയ്യാൻ പറ്റും. നിങ്ങൾ റിവൈസ് ചെയ്യുക. ലാസ്റ്റ് മാത്രം റിവൈസ് ചെയ്യാന്ന് പറയുന്ന സമയത്ത് ഒരു 18 to 25 മാർക്സിന് അറ്റ്ലീസ്റ്റ് ഒരു 10 മാർക്സിനുള്ള ഒരു കാര്യമെങ്കിലും, ഒരുപാട് നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിലും എന്തെങ്കിലും എവിടെയെങ്കിലും ഒക്കെ നമുക്ക് എഴുതി വെക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരു 10 മാർക്സിനുള്ള ഒരു പോർഷൻ നമുക്ക് അതിനകത്ത് കിട്ടിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി സോ ഗുഡ്. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ പ്ലാൻ ചെയ്യാം. പഠിക്കുന്ന സമയത്തും അങ്ങനെ ചെയ്യാം, റിവൈസ് ചെയ്യുന്ന സമയത്തും അങ്ങനെ ചെയ്യാം. എക്സാമിന്റെ തലേ ദിവസം നിങ്ങൾ ആ ഒരു ഓർഡറിൽ തന്നെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പമായിരിക്കും. ഈസിലി നമുക്ക് ഒരു തിയറി പേപ്പറിന്റെ ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ മാർക്ക് വീഴാൻ ഭയങ്കര പാടായിരിക്കും. മെയിൻ തിങ് നമുക്ക് അറിയാം, കോൺസെപ്റ്റ് നമുക്കറിയാം. എക്സാമുകൾ എഴുതുന്ന സമയത്ത് ഒന്നാമത്തെ കാര്യം 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ 2 സെന്റൻസ് എഴുതുമ്പോഴേക്കും നമ്മൾ ആൻസർ അത് പ്രസന്റ് ചെയ്യുമ്പോൾ നമ്മളൊരു ലേമന്റെ ഒരു കോമൺ നന്നായിട്ട് ഓർത്തു വെക്കുക. അത് ആ രീതിയിൽ പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതാണ് ലോയിലുള്ള ആ ഒരു നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അതിലാണ് നമ്മൾ എഫേർട്സ് കൊടുക്കേണ്ടത്. പിന്നെ BCR കറസ്പോണ്ടൻസ് ആൻഡ് റിപ്പോർട്ടിംഗ്, അതിൽ എന്താ കുറെ ഫോമാറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് എക്സാമിന്റെ തലേദിവസം നമ്മൾ നന്നായിട്ട് നോക്കുക. അതായത് ഈ ആക്ടും കാര്യങ്ങളൊക്കെ പഠിച്ചു ചെയ്തതിനു ശേഷം മാത്രം ഈ സാധനം നമ്മളൊന്ന് റിവൈസ് ചെയ്യുക. ആ ഒരു ഫോർമാറ്റ്സും ടെംപ്ലേറ്റ്സും കാര്യങ്ങളും. പിന്നെ അതിലും ഈ പറഞ്ഞ പോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ലാംഗ്വേജ്, ICന്റെ ലാംഗ്വേജ് ഉണ്ട്. ലാംഗ്വേജ് നമ്മൾ നന്നായിട്ട് ഗ്രാസ്പ് ചെയ്യാൻ ശ്രമിക്കുക. ആ രീതിയിൽ പ്രസന്റ് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി മാർക്ക് വീഴും. കാരണം BCR ഒക്കെ നമുക്ക് ശരിക്കും നമ്മുടെ സ്കോറിംഗ് ആയിട്ട് നമുക്ക് വെക്കാൻ പറ്റുന്ന പേപ്പറാണ്. ഇറ്റ്സ് കൈൻഡ് ഓഫ് സബ്ജക്റ്റീവ് ആണെങ്കിലും കൂടി ഭയങ്കര ഒരു വാസ്റ്റ് ആയിട്ട് കിടക്കുന്ന ഒരു ടോപ്പിക് പോലെയാണ്. അപ്പൊ അങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് ഈസിലി നമുക്ക് അത് സ്കോർ ചെയ്യാൻ പറ്റും. കോൺസെപ്റ്റ് നന്നായി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് 40 മാർക്സിലൊരു
25 to 30 മാർക്സ് നമുക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. അത്യാവശ്യം ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കിൽ, പ്രസന്റേഷൻ സ്കില്ലൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ അപ്പൊ അത് നമ്മൾ നന്നായിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അതിൽ വരുന്ന ആ ഒരു കാര്യം. അതിൽ ടോപ്പിക് വൈസ് വെയിറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാപ്റ്റർ 1 5 to 8 മാർക്സ്, ചാപ്റ്റർ 2 and 3 10 to 15 മാർക്സ്, ചാപ്റ്റർ 4 and 5 10 to 15 മാർക്സ്, ചാപ്റ്റർ 6 to 13 17 to 20. അതായത് ചാപ്റ്റർ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ചാപ്റ്റർ 2 and 3 സെന്റൻസ് ടൈപ്സ്, അതായത് ആക്റ്റീവ് പാസീവ് സെന്റൻസസ്, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. 4 and 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോംപ്രഹെൻസീവ് പാസേജസ് ആൻഡ് നോട്ട് മേക്കിംഗ്. പിന്നെ 6 മുതൽ കുറെ റൈറ്റിംഗ് സ്കിൽ, അതായത് റിപ്പോർട്ട് റൈറ്റിംഗ്, ആർട്ടിക്കിൾസ് റൈറ്റിംഗ്, പിന്നെ ഫോർമൽ ഇമെയിൽസ് എങ്ങനെ നമുക്ക് ഡ്രാഫ്റ്റ് ചെയ്യാം, ലെറ്റേഴ്സ്, റെസ്യൂമെ റൈറ്റിംഗ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതാണ് ഞാൻ പറഞ്ഞ ഫോർമാറ്റ്സ് നമ്മൾ എക്സാമിന് മുന്നേ ഞാൻ മുന്നേ പഠിക്കേണ്ട എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കണം. അത് എക്സാമിന്റെ തൊട്ട് മുന്നേ ഏറ്റവും ലാസ്റ്റ് ലോന്റെ കാര്യങ്ങളെല്ലാം റിവൈസ് ചെയ്തതിനു ശേഷം മാത്രം ഈ കാര്യം റിവൈസ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഈ ആക്റ്റീവ് പാസീവ് വോയിസും പിന്നെ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ച് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളൊരു ബേസിക് ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ ഒരു കോൺസെപ്റ്റ്, അതുപോലെ കോംപ്രഹെൻസീവ് പാസേജസ് നോക്കിയിട്ട് ചെയ്യുക എന്നുള്ളത് കുറച്ചൊരു ഇംഗ്ലീഷിൽ ഒരു അത്യാവശ്യം പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാൾക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റാവുന്ന ഒരു കാര്യമാണ്. അപ്പം അത് ആ രീതിയിൽ നമ്മൾ കൊടുക്കുക. ഏതിനെ നമ്മൾ എങ്ങനെ ബാലൻസ് ചെയ്യണം, നമ്മൾക്ക് എവിടെയാണോ നമുക്ക് ഒരു ഷോർട്ട് കമ്മിങ് ഫീൽ ചെയ്യണം, അല്ലെങ്കിൽ വീക്കാണ് നമ്മൾ ഫീൽ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മൾ സ്ട്രെസ് കൊടുത്തിട്ട് നമ്മൾ അത് കവർ ചെയ്തിട്ട് പോവുക എന്നുള്ളതാണ് കാര്യം. ആൻഡ് ഡെഫിനറ്റ്ലി ഒരിക്കലും ഒന്നിനും ബ്ലൈൻഡ് ആയിട്ട് വിശ്വസിക്കരുത്. BCR വേണ്ട, എനിക്ക് ലോ മാത്രം മതി എന്ന് ബ്ലൈൻഡായി വിശ്വസിച്ച് ഒരിക്കലും എക്സാമിന് പോകരുത്. നമുക്ക് ഒരു ഗ്യാരണ്ടിയും ഇല്ല എന്താ എവിടെ നിന്ന് എങ്ങനെയാ ചോദിക്കാന്നുള്ള ഒന്നും പറയാൻ പറ്റില്ല. ഇറ്റ്സ് ഒരു സംതിങ് ഓൺ ദ ടോപ്പ് ഓഫ് ദി ഒരു അവിടെ എന്താ നടക്കുന്നുള്ള നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഞാൻ ഈ പറയുന്ന വെയിറ്റേജും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നാളത്തെ എക്സാമിന് കംപ്ലീറ്റ് തകിടം മറിയാം. പക്ഷേ ദിസ് ഇസ് ദ ട്രെൻഡ്. നമ്മൾ ആ ഒരു ട്രെൻഡ് ബേസ് ചെയ്തിട്ട് നമ്മൾ പഠിച്ചിട്ട് പോവുക എന്നുള്ള കാര്യം. നമ്മളെ ഭാഗം ഗോഡ് ഹെൽപ്സ് ദോസ് ഹു ഹെൽപ്പ് ദംസെൽവ്സ് എന്നല്ലേ, നമ്മുടെ ഭാഗം നമ്മൾ കംപ്ലീറ്റ് ക്ലിയർ ചെയ്തിട്ട് പോവാ. ആൻഡ് റെസ്റ്റ് വി വിൽ സീ ഇൻ ദ എക്സാമിനേഷൻ ഹാൾ എന്നുള്ള രീതിയിൽ വേണം നമുക്ക് പോവാൻ. Next, paper 3, business mathematics, logical reasoning and statistics. Maths 40 marks, logical reasoning 20 marks and statistics 40 marks. അങ്ങനെ total 100 marksന്റെ പേപ്പർ ആണ്. അപ്പം കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് നിന്ന് മാത്തമാറ്റിക്സ് പഠിച്ചിട്ടുള്ള പിള്ളേർ, കൊമേഴ്സ് വിത്ത് മാത്സ് അല്ല കൊമേഴ്സ് വിത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് ആവുന്ന സമയത്ത് അവർക്ക് ഈസി ആയിരിക്കും. അല്ലാത്ത ഇപ്പം ഞാൻ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളായിരുന്നു, പക്ഷെ ഞാൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആണ് പഠിച്ചത്. അതിൻ്റെ മാത്തമാറ്റിക്സ് എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു ടോപ്പിക് ആയിരുന്നു. അപ്പം സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആളുകൾക്ക് സ്കോറിംഗ് പേപ്പർ ആക്കി എടുക്കാൻ പറ്റാവുന്ന പേപ്പറാണ് മാത്തമാറ്റിക്സ്. അപ്പം അല്ലാത്ത ആളുകൾ നമ്മൾ കരകയറി പോവാനുള്ള കാര്യങ്ങൾ എവിടെ നിന്നൊക്കെ നമുക്ക് മുങ്ങിത്തപ്പി എടുക്കാൻ പറ്റും അതൊക്കെ എടുത്ത് നമ്മൾ ആവനാഴിയിൽ അമ്പൊക്കെ നിറച്ചിട്ട് നമ്മൾ എക്സാം ഹാളിലേക്ക് പോവുക എന്നുള്ളതാണ് നമ്മളെ കാര്യം, എന്നെ പോലുള്ള ആളുകൾ. അപ്പം അതിന് വേണ്ട കാര്യങ്ങളൊക്കെ എന്തെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ മാത്തമാറ്റിക്സ് 40 മാർക്സ് ആണ്. അപ്പൊ അതിന്റെ ടോപ്പിക് വൈസ് വെയിറ്റേജ് പറഞ്ഞു കഴിഞ്ഞാൽ ratio and proportions and equations, inequalities, linear inequalities 8 to 12 marks ആണ്. Time value of money 12 to 16 marks. Time value of money very important, very important, mark it very important. പിന്നെ permutation and combination, sequence and series, sets, relation and functions, integration and differentiation. കാൽക്കുലസ് എനിക്കൊന്നും ദഹിക്കാത്തതാണ്, ഞങ്ങളെ പോലെ സാധാരണക്കാരായ കൊമേഴ്സ് ആളുകൾക്ക് ദഹിക്കാത്ത ടോപ്പിക് ആണ്. യു ക്യാൻ ലീവ് ഇറ്റ്. പക്ഷെ മാത്തമാറ്റിക്സ് അറിയുന്ന ആളുകൾ, മാത്തമാറ്റിക്സ് പഠിച്ച ആളുകൾക്ക് അത് എളുപ്പമായിരിക്കും. സോ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ടൈം വാല്യൂ ഓഫ് മണി. ഫസ്റ്റ് ടൈം വാല്യൂ ഓഫ് മണി 12 to 16 മാർക്സ്. ഇത് ഇവിടെ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ നമ്മൾ ഇന്ററിൽ വരുന്നുണ്ട്, അത് കഴിഞ്ഞാൽ ഫൈനലിലും വരുന്നുണ്ട്. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. ആൻഡ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു മാർക്ക് നമുക്ക് അതിൽ സ്കോർ ചെയ്യാൻ പറ്റാവുന്ന ഒരു സാധനമാണ് ടൈം വാല്യൂ ഓഫ് മണി ആൻഡ് ആനുവിറ്റി കാര്യങ്ങൾ. പിന്നെ വരുന്നത് റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻസ് ആൻഡ് ഇക്വേഷൻസ്. ഇക്വേഷൻസ് നമ്മൾ ഒരു 10th ബേസിസിലുള്ള സാധനമാണ്. അതിൽ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിക്കേണ്ടിയിരിക്കും. അതിലും 10th മാത്തമാറ്റിക്സ് കഴിഞ്ഞ ആളുകൾക്ക് നമുക്കത് പെട്ടെന്ന് ക്യാച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യമാണ് ഇക്വേഷൻസ് ആൻഡ് റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻസ് ഓൾസോ. അത് നമുക്ക് ആ രീതിയിൽ അപ്പോൾ 8 to 12 മാർക്സിന്റെ കാര്യം അത് അവിടെ കഴിഞ്ഞു. പിന്നെ പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ ഒബ്വിയസ്ലി അതും നമ്മൾ 10th ലെവലുള്ള സാധനമാണ്. അഡ്വാൻസ്ഡ് ആയിട്ട് ഉണ്ടാവുമായിരിക്കും, പക്ഷെ എന്നാലും നമുക്കത് ഐഡന്റിഫൈ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ സീക്വൻസ് ആൻഡ് സീരീസ്, സെറ്റ്സ്, റിലേഷൻ ആൻഡ് ഫങ്ഷൻസ്, അത് ഒരു പുതിയ ഒരു കൈൻഡ് ഓഫ് സാധനമാണ്. പക്ഷെ കുഴപ്പമില്ല, നമുക്കൊരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് എന്തായാലും എല്ലാ ഇതിനെക്കുറിച്ചും വേണം. കാൽക്കുലസ് മാത്രം ഞാൻ പറയുന്നില്ല, കാൽക്കുലസ് ആൻഡ് ലോഗരിതംസ് ഞാൻ നിർബന്ധിക്കില്ല. ബാക്കി കാര്യങ്ങളെ കുറിച്ച് ഒരു ബേസിക് കോൺസെപ്റ്റ്, ബേസിക് അഡ്വാൻസ്ഡ് ലെവലിൽ മനസ്സിലാക്കിയില്ലേനോ എന്താണ് സംഭവം എന്നുള്ള ചിലപ്പം ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വന്നാലോ, അപ്പൊ നമുക്ക് ആൻസർ ചെയ്യാലോ, വെറുതെ ഒരു മാർക്ക് നമ്മൾ കളയണ്ടല്ലോ.
അപ്പൊ ആ രീതിയിലുള്ള അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ എല്ലാ സബ്ജക്റ്റിലും ഉണ്ടാക്കിയെടുക്കുക. പക്ഷെ ഈ ഒരു രീതിയിൽ നമ്മൾ സ്ട്രെസ് കൊടുക്കുക. ടൈം വാല്യൂ ഓഫ് മണി ഫസ്റ്റ്, then ratio and proportions and equations, പിന്നെ permutation and combination, sequence and series, sets, relations and functions. പിന്നെ വരുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് 40 മാർക്സിന്റെ ആണ്. അതിന്റെ ടോപ്പിക് വൈസ് വെയിറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഡേറ്റ, അതായത് ഗ്രാഫ്സ്, പൈ ചാർട്ട്സ്, അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ, ചാർട്ടുകളും ഗ്രാഫൊക്കെ വെച്ചിട്ട് നമ്മൾ ഡേറ്റ ഡിസ്ക്രൈബ് ചെയ്യുന്ന സംഭവം 10th ബേസിക് ആണ്. അതിന്റെ മുകളിലോട്ടേക്ക് നമ്മൾ കുറെ കാര്യങ്ങൾ അഡീഷണലി പഠിക്കുന്നുണ്ട്. പക്ഷെ വൺ ഓഫ് ദി ഈസിയസ്റ്റ് പോർഷൻ ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ്. അതുപോലെ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ആൻഡ് ഡിസ്പെർഷൻ, മീൻ, മോഡ്, മീഡിയൻ, ആ കാര്യങ്ങളാണ്. പിന്നെ വരുന്ന കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ, പ്രോബബിലിറ്റി, theoretical distribution, index number and time series. For statistical distribution of data, statistical description of data 8 to 10 marks cover ചെയ്യുന്നതാണ്. Measures of central tendency and dispersion 10 to 12 marks cover ചെയ്യുന്നതാണ്. So together statistical description ഉം പിന്നെ ഈ measures of central tendency and dispersion അത് രണ്ടും കൂടെ ഒന്നിച്ചു വരുന്ന സമയത്ത് ഒരു 20 to 20 ഒരു 18 to 20 marks, 20 to 22 marks ആ ഒരു റേഞ്ചിൽ കവർ ചെയ്യുന്ന ടോപ്പിക്സ് ആണ് അത് രണ്ടും. ഈസിയാണ്, നമുക്ക് ബിൽഡപ്പ് ചെയ്തെടുക്കാൻ പറ്റും. 10th ബേസിക്സ് ഉള്ള ആളുകളാണ്, നമുക്ക് അതിന്റെ മുകളിലോട്ടേക്ക് നമുക്ക് അത് ബിൽഡപ്പ് ചെയ്തെടുക്കാൻ പറ്റാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ. പിന്നെ കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ, സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കാത്ത ആളുകൾക്ക് അത് അറിയാൻ ചാൻസ് ഇല്ല. പക്ഷെ ഫോർമുലയാണ്, എല്ലാം ഇക്വേഷൻ ബേസ്ഡ് ആണ്. അപ്പം ഇക്വേഷൻ പഠിച്ചു വെക്കുക. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ആ രീതിയിൽ വരുന്ന ഏതൊക്കെ ക്വസ്റ്റ്യൻസിന്റെ പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ നമ്മൾ ICന്റെ മൊഡ്യൂളുണ്ട്, കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചു വെക്കുക. ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാം. അതുപോലെ പ്രോബബിലിറ്റി വൺ ഓഫ് ദ ഈസിയസ്റ്റ് ടോപ്പിക് ആണ്. പക്ഷെ അതൊരു പടി അഡ്വാൻസ്ഡ് ആയി കഴിഞ്ഞാൽ ബബ്ബബ അടിക്കുന്ന ഇതിലാണ് ഞാൻ. ഇനിയിപ്പോ എല്ലാവരുടെ കേസ് എങ്ങനെയാന്നുള്ള അറിയില്ല. പക്ഷെ അതും ഈ പറഞ്ഞ പോലത്തെ എന്താ വെച്ച് കഴിഞ്ഞാൽ കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ, പ്രോബബിലിറ്റി ഒരു 4 to 6 മാർക്സ് കവർ ചെയ്യുന്ന രണ്ട് ടോപ്പിക്സ് ആണ്. എല്ലാം നമ്മൾ ബേസിക് കോൺസെപ്റ്റ് നമ്മളെ മൈൻഡിൽ നമ്മൾ തറവായിരിക്കണം. ബേസിക് സിമ്പിൾ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ അറ്റൻഡ് ചെയ്യാനും നമ്മൾ റെഡി ആയിരിക്കണം. അഡ്വാൻസ്ഡ് ആയിട്ട് വരുന്ന സമയത്ത് മേ ബി നമുക്ക് ചിലപ്പോൾ പറ്റിക്കൊള്ളണം എന്നില്ല. ബട്ട് ദാറ്റ് ഡസന്റ് മീൻ നിങ്ങൾ അത് ലീവ് ചെയ്യണം എന്നല്ല നമ്മൾ അതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തിയറട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷൻ അത് ഇച്ചിരി പ്രഷറുള്ള ഒരു ടോപ്പിക് ആണ്. അപ്പം ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ അതങ്ങോട്ട് ദഹിച്ചോളണം എന്നില്ല. അപ്പൊ ജസ്റ്റ് എന്താണെന്നും അതിന്റെ ഒരു കുറച്ച് കണ്ടീഷൻസ് ഒക്കെ വരുന്നുണ്ടല്ലോ, ആ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വെക്കുക. പറ്റുന്ന പോലെയൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുക. ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ ഇങ്ങനെയാണ് ആൻസർ വരിക എന്നുള്ള രീതിയിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ നമ്മളിൽ ഉണ്ടാക്കി വെക്കുക എന്നുള്ളതേ നമുക്ക് അതിന് ചെയ്യാൻ പറ്റുള്ളൂ. നേരെ മറിച്ച് സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ച ആളുകൾക്ക് അത് എളുപ്പമായിരിക്കും, അവർക്ക് അത് നന്നായിട്ട് അത് പഠിച്ചെടുക്കാവുന്ന കാര്യം മാത്രം തന്നെയാണ്. പിന്നെ ഇൻഡെക്സ് നമ്പർ ആൻഡ് ടൈം സീരീസ് 4 to 6 മാർക്സിന് വരുന്ന ഒരു ടോപ്പിക് ആണ്. അപ്പൊ ഇതിന് നമ്മൾ ഏറ്റവും ഫോക്കസ് കൊടുക്കേണ്ട ഫോക്കസ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഞാൻ പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ്, സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡേറ്റ ആൻഡ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ആൻഡ് ഡിസ്പെർഷൻ, ഈ രണ്ട് ടോപ്പിക്സ്. പിന്നെ കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ, പ്രോബബിലിറ്റി, ബാക്കി ആ ഒരു ഓർഡറിൽ നിങ്ങൾ നോക്കുക എന്നുള്ളതാണ് കാര്യം. പിന്നെ ലോജിക്കൽ റീസണിങ് 20 മാർക്സ് ആണ്. അത് കുറെയൊക്കെ നമ്മുടെ ഒരു ഇന്റലക്ച്വൽ കപ്പാസിറ്റി, നമ്മുടെ റീസണിങ് കപ്പാസിറ്റി വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്നതാണ്. എല്ലാം ഒരു ഏകദേശം 5-6 മാർക്കിനാണ് ഓരോ കാര്യങ്ങൾക്കും വെയിറ്റേജ് വരുന്നത്. നമ്പർ സീരീസ്, കോഡിംഗ് ആൻഡ് ഡികോഡിംഗ്, ഓഡ് മാൻ ഔട്ട്, പിന്നെ ഡയറക്ഷൻ ടെസ്റ്റ്, സീറ്റിംഗ് അറേഞ്ച്മെന്റ്, ബ്ലഡ് റിലേഷൻസ് ആൻഡ് സിലോജിസം, എല്ലാം ഒരു 5-6 മാർക്കിനാണ്. അപ്പം നമ്മൾ അത്യാവശ്യം ഒരു കാര്യങ്ങളൊക്കെ നമ്മളൊരു ഐഡിയ ഒക്കെ ഉണ്ടാക്കി വെക്കുക, പഠിച്ചു വെക്കുക. ഒരു 20 മാർക്സിൽ ചിലർക്ക് ഭയങ്കരമായിട്ട് നമുക്ക് ചിലപ്പം 15 to 20 ഇടയിൽ മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റില്ല. അറ്റ്ലീസ്റ്റ് ഒരു 10 to 15 മാർക്സ് എങ്കിലും നമ്മൾ ഇതിൻ്റെ അകത്ത് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കാം എന്നുള്ളതാണ് അതിന്റെ കാര്യം. പിന്നെ ഒബ്ജക്റ്റീവ് പേപ്പർ ആണ്, വെറുതെ പോയി കറക്കി കുത്താൻ നിൽക്കേണ്ട കാര്യമില്ല. അറിയാത്ത കാര്യങ്ങൾ നോക്കണ്ട, അറിയുന്ന കാര്യങ്ങൾ തന്നെ ഇഷ്ടം പോലെ ഉണ്ടാവും നമുക്ക്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അറിയാത്ത കാര്യങ്ങളെ കുറിച്ച് നോക്കാം എക്സാം ഹാളിൽ. അതാണ് അതിന്റെ ഒരു ഇത്. പിന്നെ ഇതിലെ ഒരു കാര്യം വെച്ചാൽ ബിസിനസ് മാത്തമാറ്റിക്സ് ആൻഡ് ലോജിക്കൽ സ്റ്റാറ്റിക്സ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ കുറെ കാര്യങ്ങൾ നമുക്ക് ഒരു നോർമൽ ഒരു മെജോറിറ്റി ആൾക്കാർക്ക് മനസ്സിലാക്കാൻ ഒരു പഠിക്കാൻ പറ്റാത്തത് നല്ല സമയത്തിന്റെ കുറവ് മൂലം. പിന്നെ ഒരു ഇപ്പം ആരും ഫൗണ്ടേഷന്റെ ക്ലാസ്സിൽ ആരും ഇന്റഗ്രേഷനും ഡിഫറൻഷിയേഷനും അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ചു തരില്ല. നമ്മൾ അങ്ങനെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അതിനുള്ള ചാൻസ് കുറവാണ്. ബിക്കോസ് നമ്മൾ അതിന്റെ മുകളിൽ എടുക്കുന്ന ടൈമും അതിന്റെ മുകളിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് ഉണ്ടല്ലോ, ആ ഒരു ഔട്ട്പുട്ട്, അതായത് 3 മാർക്ക് 4 മാർക്ക്, അത് രണ്ടും ആ ഒരു നമ്മളൊരു സമയവും അതിന്റെ ഇതും വെച്ച് നോക്കുന്ന സമയത്ത് നമുക്കത് ഒരിക്കലും മുതലാവില്ല. നമ്മൾ പറയുന്ന പോലെ മുതലാവില്ല. അപ്പൊ അതുകൊണ്ട് നോർമലി അങ്ങനെ ഒരുപാട് സമയം എടുത്തിട്ടൊന്നും ആ കാര്യങ്ങൾ ആരും പഠിപ്പിക്കത്തില്ല. അപ്പം അങ്ങനെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ മാത്തമാറ്റിക്സിൽ ഈ പേപ്പറിന്റെ അകത്ത് പേപ്പർ 3 മാത്തമാറ്റിക്സ് ലോജിക്കൽ റീസണിങ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇതിന്റെ അകത്ത് നമുക്ക്
സ്കിപ്പ് ചെയ്യാൻ പറ്റാവുന്ന ഏതെങ്കിലും പോർഷൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ദാറ്റ് ഡസന്റ് മീൻ യു ഹാവ് ടു സ്കിപ്പ് ദീസ് തിങ്സ്. ഒട്ടും പറ്റുന്നില്ല എന്ന് കഴിഞ്ഞാൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ വഴി ചൂസ് ചെയ്യാം എന്നേ പറയാൻ പറ്റുള്ളൂ. സോ ഫസ്റ്റ് തിങ് കാൽക്കുലസ്. ഞാൻ പറഞ്ഞോളൂ ഇന്റഗ്രേഷൻ ആൻഡ് ഡിഫറൻസിയേഷൻ. ഞാൻ സത്യം പറയാലോ, ഞാൻ ആ ഭാഗം കംപ്ലീറ്റ് സ്കിപ്പ് ആയിരുന്നു. ഞാൻ CPT പഠിച്ച സമയത്ത് ഞാൻ സ്കിപ്പ് ആയിരുന്നു. അത് ഞാൻ ഞാൻ പറയണു, നിങ്ങൾ സ്കിപ്പ് ചെയ്തോളൂ. ഇഫ് യു ഡോണ്ട് നോ എനിത്തിങ് ജസ്റ്റ് ലീവ് ഇറ്റ്. പിന്നെ ലോഗരിതംസ്, അത് ഈ പറഞ്ഞ പോലെ ലോഗരിതംസും എനിക്ക് തോന്നുന്നു അതിന്റെ പിന്നിലുള്ള ഒരു കോൺസെപ്റ്റ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പൊ കാൽക്കുലസ് നോർമലി 3 to 4 മാർക്സ് ആണ്, ലോഗരിതംസ് 2 to 3 മാർക്സിനൊക്കെയാണ് വെയിറ്റേജ് വരുന്നത്. അത് ഒഴിവാക്കി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ, ഇഷ്ടംപോലെ കാര്യങ്ങൾ നിങ്ങൾക്ക് സ്കോർ ചെയ്യാനും. പിന്നെ തിയറട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷൻ, ഞാൻ പറഞ്ഞ പോലെ തിയറട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷൻ 6 to 8 മാർക്സിന്റെ വെയിറ്റേജ് ഉള്ള കാര്യമാണ്. അതുകൊണ്ട് ബേസിക് കോൺസെപ്റ്റ് നിങ്ങൾ എന്തായാലും ക്ലിയർ ആക്കി വെക്കുക. എന്തൊക്കെയാണ് ഏതൊക്കെയാന്നുള്ള ആ ഒരു സ്ട്രേറ്റ് പേ ക്വസ്റ്റ്യൻസ് അഥവാ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മളൊന്ന് പക്കാക്കി വെക്കുക. അതുപോലെ റിലേഷൻസ്, ഫങ്ഷൻസ് ആൻഡ് സെറ്റ്സ്. ചിലപ്പം നമുക്കൊരു ഡയറക്റ്റ് ചില സമയത്തൊന്നും അത് എത്ര നോക്കിക്കഴിഞ്ഞാലും നമ്മൾക്ക് അത് മനസ്സിലാവില്ല. വൈ ദിസ് ആൻസർ, വൈ ദിസ് ഇസ് നോട്ട് കറക്റ്റ് ആൻഡ് വൈ ദിസ് ഇസ് കറക്റ്റ് എന്ന് നമുക്ക് ഇങ്ങനെ തോന്നാം. പക്ഷേ അതിന്റെ പിന്നാലെ ഒരുപാട് നിൽക്കാനുള്ള സമയം നമുക്ക് ഉണ്ടാവില്ലല്ലോ. CA എക്സാമിന്റെ അല്ലെങ്കിൽ കോഴ്സിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 6 മാസത്തെ കോഴ്സ് ആണെങ്കിൽ 12 മാസം അല്ല 10 മാസം പഠിക്കാനുള്ള സബ്ജക്ട് അതിൻ്റെ അകത്ത് സിലബസ് ഉണ്ടാവും. 9 മാസത്തേതാണെങ്കിൽ ഈ പറഞ്ഞ പോലെ 1.5 കൊല്ലം പഠിക്കാനുള്ള വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് ആയിരിക്കും. അപ്പം അത് നമ്മൾ ടൈമും എഫേർട്സും നോക്കിയിട്ട് നമ്മൾ സ്മാർട്ട് ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ് ഒരു നമ്മൾ എക്സാം സക്സസ് ആയിട്ട് എഴുതി വന്നിട്ടുള്ള ആൾക്കാരുടെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ആ രീതിയിൽ നമ്മൾ നോക്കുക. അപ്പം കാൽക്കുലസ്, ലോഗരിതംസ്, തിയറട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷൻ, റിലേഷൻ, സെറ്റ്സ് ആൻഡ് ഫങ്ഷൻസ്, ആ കാര്യങ്ങൾ ഇനി പറ്റില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തിട്ട് അത് പഠിച്ചു കൊള്ളണം എന്നില്ല ഞാൻ പറയുന്നത്. ബട്ട് ദാറ്റ് ഡസന്റ് മീൻ നിങ്ങൾ പഠിക്കേണ്ട എന്നല്ല, പഠിക്കാൻ പറ്റുമെങ്കിൽ പഠിക്കാം. എന്തായാലും പറ്റുന്ന പോലെ ബേസിക് ഐഡിയ എല്ലാ സബ്ജക്റ്റിനെ കുറിച്ചും എല്ലാ ടോപ്പിക്സിനെ കുറിച്ചും നമ്മൾ ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ് ഒരു കാര്യം. Now paper 4, business economics and business and commercial knowledge. ഇപ്പം എക്കണോമിക്സ് മാത്രമുള്ളായിരുന്നു, ബിസിനസ് ആൻഡ് കൊമേഴ്ഷ്യൽ നോളജ് ഇപ്പൊ പുതിയതായിട്ട് വന്നിരിക്കുന്ന ഒരു പോർഷൻ ആണ്. അപ്പം ഒബ്ജക്റ്റീവ് പേപ്പർ ആണ്. എക്കണോമിക്സ് 60 മാർക്സ് ആൻഡ് BCക്ക് 40 മാർക്സ് ആണ് വരുന്നത്. അപ്പം ഇതൊരു തിയറി പേപ്പർ ആണെങ്കിലും കൂടി നമുക്ക് ഈസിലി നമ്മൾ സ്കോറിംഗ് പേപ്പർ ആക്കിയിട്ട് നമുക്ക് എടുക്കാൻ പറ്റാവുന്ന ഒരു പേപ്പറാണ് എക്കണോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഇതിന് ചാപ്റ്റർ വൈസ് വെയിറ്റേജ് എങ്ങനെയാ വരുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. എക്കണോമിക്സിൽ ബേസിക്കലി ഇൻട്രൊഡക്ഷൻ ടു ബിസിനസ് എക്കണോമിക്സ് 9 to 12 മാർക്സ് ആണ്. ഡിമാൻഡ് ആൻഡ് സപ്ലൈ, പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ്, രണ്ട് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് ആണ്. 20 to 25 മാർക്സ്. അതുപോലെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ഡിഫറെന്റ് മാർക്കറ്റ്സ് ഇൻ വേരിയസ് മാർക്കറ്റ്സ്, അത് 15 to 18 മാർക്സ് കവർ ചെയ്യുന്നുണ്ട്. ഈ 3 ചാപ്റ്റേഴ്സ്, അതായത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ, പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ്, പ്രൈസ് ഡിറ്റർമിനേഷൻ ഇൻ വേരിയസ് മാർക്കറ്റ്സ്, ഈ 3 ചാപ്റ്റേഴ്സ് യു ഗിവ് ഫോക്കസ്. അത് നന്നായിട്ട് പഠിക്കുക, നല്ല തറവായിട്ട് നമ്മൾ ആ ചാപ്റ്റേഴ്സ് കവർ ചെയ്തിരിക്കണം. അപ്പം നമുക്ക് അത്യാവശ്യം മാർക്ക് ഗ്യാരണ്ടീഡ് ആണ്. 30 to 35 to 40 മാർക്സ് നമ്മൾ അതിൻ്റെ അകത്ത് കിട്ടും. അതിൽ ഒന്നുമില്ലെങ്കിൽ ഒരു 30 മാർക്സിനുള്ള കാര്യമെങ്കിലും നമ്മളെ കയ്യിൽ ഉണ്ടായിരിക്കണം, എന്നാലേ നമ്മൾ അപ്പുറം കടക്കുള്ളൂ. ഓക്കെ. പിന്നെ ബിസിനസ് സൈക്കിൾസ് ഇറ്റ് ഡിപെൻഡ്സ്. എന്തായാലും 9 to 12 മാർക്സ് ഉണ്ട്. അത് നമ്മൾ എന്തായാലും പഠിക്കുക. ഇതിലൊന്നും സ്കിപ്പ് ചെയ്യാൻ എന്ന് പറയാൻ എക്കണോമിക്സിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല. ഈസിലി കുറച്ച് സമയം നന്നായിട്ട് നമ്മൾ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈസിലി പറഞ്ഞ പോലെ മാർക്സ് വാരിയെടുക്കാവുന്ന ഒരു സബ്ജക്റ്റ് ആണ്. ഇറ്റ് വാസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് സബ്ജക്ട് ഡ്യൂറിങ് CPT. ഞാൻ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ആയിരുന്ന സമയത്ത് അതുകൊണ്ട് എനിക്ക് കുറെ കാര്യങ്ങൾ ആദ്യം എനിക്ക് പരിചയം ഉണ്ടായിരുന്നു. സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള പിള്ളേർക്കായിരിക്കും കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ട് അത് ഫീൽ ചെയ്യുക. ബട്ട് ഈസിലി ഈ പറഞ്ഞ പോലെ നിങ്ങളെ ഫിസിക്സിലെയും കെമിസ്ട്രിയിലെയോ വലിയ വലിയ സയന്റിഫിക് തിയറി ഒന്നും പഠിക്കുന്ന പോലും അത്ര ഒട്ടും ടഫ് അല്ല. ഈസിലി നമുക്ക് മാനേജ് ചെയ്ത് ക്യാച്ച് ചെയ്തെടുക്കാൻ പറ്റാവുന്ന ചെറിയ ചെറിയ ടോപ്പിക്സ് ആണ്. സോ ഡെഫിനറ്റ്ലി യു ക്യാൻ മേക്ക് ദിസ് പേപ്പർ യുവർ സ്ട്രെങ്ത്. നിങ്ങളെ സ്ട്രെങ്ത് ആയിട്ട് നിങ്ങൾക്ക് ഈസിലി ഉണ്ടാക്കി ഡെവലപ്പ് ചെയ്ത് വരാൻ പറ്റാവുന്ന ഒരു പേപ്പറാണ് ഈ സംഭവം. പിന്നെ വരുന്നത് BCക്ക് 6 ചാപ്റ്റേഴ്സ് ആണ്. ഈ ചാപ്റ്റർ ബേസ് ഫോർ 6 to 7 മാർക്ക്. ഓരോ ചാപ്റ്ററും 6 to 7 മാർക്ക് കവർ ചെയ്യുന്നതാണ്. ബേസിക്കലി ബിസിനസ് എൻവയോൺമെന്റിനെ കുറിച്ച്, പിന്നെ വേരിയസ് ബിസിനസ് ഓർഗനൈസേഷൻസ്, അതായത് ഗ്ലോബൽ കുറെ ഇന്ത്യൻ ആൻഡ് ഗ്ലോബൽ കമ്പനീസിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. പിന്നെ വേരിയസ് റെഗുലേറ്ററി ആൻഡ് ബിസിനസ് ഓർഗനൈസേഷൻസ് ദാറ്റ് ഫെസിലിറ്റേറ്റ് എക്കണോമിക്, അതായത് ബിസിനസിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന കുറെ ഓർഗനൈസേഷൻസ് ഉണ്ട്. അതുപോലെ കുറെ റെഗുലേറ്ററി ബോഡീസ് ഉണ്ട്, RBI, SEBI, അങ്ങനത്തെ കുറെ കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള കൈൻഡ് ഓഫ് നമ്മളെ എക്കോണമിനെ കുറിച്ചിട്ടുള്ള കുറച്ച് റിയൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പഠിക്കാൻ. അപ്പൊ അതും നമുക്ക് കവർ ചെയ്തെടുക്കാവുന്നുള്ളൂ. ചെറിയ ചെറിയ സാധനങ്ങളാണ്, ഭയങ്കര വലിയ തിയറിയും വലിയ വലിയ കാര്യങ്ങളൊന്നുമില്ല, സിമ്പിൾ സാധനമാണ്.
അത് നമുക്ക് ഈസിലി കവർ ചെയ്ത് നമ്മൾ കുറച്ച് സമയം ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ കൂടെ പോരുന്നേ. ചെറിയ സാധനമാണത്. സോ അപ്പൊ ഇതാണ് ഈ ഒരു 4 പേപ്പേഴ്സിനെ കുറിച്ചിട്ടുള്ള ഞാൻ പറഞ്ഞു. അക്കൗണ്ട്സ്, ലോ, മാത്സ് ആൻഡ് എക്കണോമിക്സ്. അതാണ് 4 പേപ്പർ. അത് 4 പേപ്പർ കഴിഞ്ഞു കഴിഞ്ഞാൽ ഫൗണ്ടേഷൻ നമ്മളെ പോക്കറ്റിലുണ്ടാവും. ഓക്കെ, ഇനി കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഫൈനലായിട്ട് നമ്മൾ ഓർക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. വൈൽ സ്റ്റഡിങ് ആൻഡ് റിവൈസിങ്, പഠിക്കുന്ന സമയത്ത് അതുപോലെ റിവൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുന്നത്, ഞാൻ പറഞ്ഞ പോലെ IC മെറ്റീരിയൽ ഫസ്റ്റ് ആൻഡ് ബെസ്റ്റ് റിസോഴ്സ്. ഓൾവേസ് ഫസ്റ്റ് ആൻഡ് ബെസ്റ്റ് റിസോഴ്സ് എന്ന് പറഞ്ഞാൽ IC മെറ്റീരിയൽ ആണ്. വി ഷുഡ് ഫോക്കസ് ഓൺ IC മെറ്റീരിയൽ. നമ്മൾ എക്സാംസ് നമ്മൾ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ IC മെറ്റീരിയലിലേക്ക് നമ്മുടെ പഠിത്തം ഇങ്ങനെ ചുരുക്കിക്കൊണ്ടുവരണം. ഫോക്കസ് ഓൺ IC മെറ്റീരിയൽ മോർ ആൻഡ് മോർ. പഠിക്കുന്ന സമയത്ത് മേ ബി നിങ്ങൾക്ക് നോളജ് ഉണ്ടാക്കാൻ നമുക്ക് വേറെ ഓതേഴ്സിന്റെ ബുക്സ്, ഫാക്കൽറ്റീന്റെ ബുക്സും ഒരുപാട് റിസോഴ്സസ് നമ്മുടെ കയ്യിലുണ്ട്, നമുക്കത് എടുക്കാം. പക്ഷെ വൺസ് എക്സാംസ് ആർ അറൗണ്ട് യുവർ കോർണേഴ്സ്, ടു ഫോക്കസ് ഓൺ യുവർ IC മെറ്റീരിയൽ. നമ്മളെ സ്റ്റഡീസ് അതിലേക്ക് നാരോ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് കാര്യം. ഞാൻ എപ്പോഴും എല്ലാവരുടെ അടുത്തും, എൻ്റെ അടുത്ത് എല്ലാവരും കുറെ കുട്ടികളൊക്കെ നമ്മളടുത്ത് വന്ന് ചോദിക്കും, എങ്ങനെയാണ് എന്താണ് സ്ട്രാറ്റജി, എന്താണ് ഫസ്റ്റ് അറ്റംപ്റ്റിൽ ക്ലിയർ ചെയ്യാൻ ഇത്ര മാർക്ക് മേടിക്കാൻ എങ്ങനെ ഏത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഞാൻ CPTക്ക് 200ൽ 159 മാർക്സ് സ്കോർ ചെയ്തിട്ടാണ് ഞാൻ പാസ്സായത്. അപ്പം എങ്ങനെ പഠിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ബിക്കോസ് ഞാൻ പറഞ്ഞു ഇൻസ്റ്റിറ്റ്യൂട്ട് മെറ്റീരിയൽ ആണ്. കുറെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും ഇൻസ്റ്റിറ്റ്യൂട്ട് മെറ്റീരിയൽ ഫോളോ ചെയ്തിട്ടാണ് പഠിച്ചത്. സോ യൂസ് ഫോർ ഇന്റർനും ഫൈനലും അങ്ങനെ തന്നെയാണ് ഞാൻ പഠിച്ചത്. അപ്പം എപ്പോഴും ഞാൻ അത് എല്ലാവരുടെ അടുത്തും ചോദിക്കുന്ന സമയത്ത് ഞാൻ അങ്ങനെ തന്നെയാണ് പറയുക. ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മെറ്റീരിയലും ഇലുസ്ട്രേഷൻസ്, ഒരു ടോപ്പിക് കഴിഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മെറ്റീരിയൽ ഇലുസ്ട്രേഷൻസ് ഉണ്ടാവും. അത് നമ്മൾ കവർ ചെയ്യുക. പ്ലസ് ചാപ്റ്റർ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നമ്മൾ എക്സസൈസ് ക്വസ്റ്റ്യൻസ് പോലെ അത് ഉണ്ടാവും, അത് നമ്മൾ കവർ ചെയ്യുക എന്നുള്ളതാണ്. അറ്റ്ലീസ്റ്റ് ഒരു 2 to 3 ടൈംസ് എന്തായാലും നമ്മൾ അത് കവർ ചെയ്യാം. പറഞ്ഞ പോലെ ഇലുസ്ട്രേഷൻസ് ആൻഡ് എക്സസൈസ് ക്വസ്റ്റ്യൻസ് നമ്മൾ എന്തായാലും കവർ ചെയ്യാം. പിന്നെ RTP ആൻഡ് MTP ഞാൻ പറഞ്ഞ പോലെ ലാസ്റ്റ് 2 അറ്റംപ്റ്റിന്റെ എങ്കിലും നമ്മൾ കവർ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അറ്റ്ലീസ്റ്റ്. അതും ഈ പറഞ്ഞ പോലെ തന്നെ അതിൽ വരുന്ന ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ആൻസർ ചെയ്തിരിക്കുന്നത്, ചിലപ്പം കംപ്ലീറ്റ്ലി പുതിയ ടൈപ്പ് ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ടാവും. അപ്പൊ ജസ്റ്റ് അതൊക്കെ ഒന്ന് മനസ്സിലാക്കി കാര്യങ്ങൾ വെക്കുക എന്നുള്ളതാണ് ഒരു കാര്യം. അപ്പൊ ഇതായിരിക്കണം നമ്മൾ എപ്പോഴും പഠിക്കുന്ന സമയത്തും റിവൈസ് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മളൊരു റിസോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ കീവേഡ്സ് ആൻഡ് പോയിന്റ്സ് ഞാൻ പറഞ്ഞ പോലെ എസ്പെഷ്യലി തിയറി പേപ്പേഴ്സിന് വരുന്ന സമയത്താണ് ഈ കീവേഡ്സും ലീഗൽ ടേംസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഓർത്തു വെക്കേണ്ടത്. അപ്പൊ പഠിക്കുന്ന സമയത്ത് നമ്മൾ നോട്ട്സ് ഉണ്ടാക്കി വെക്കുന്ന സമയത്ത് നമ്മൾ ഈ പോയിന്റ്സ് അല്ലെങ്കിൽ ഈ കീവേഡ്സ് നോട്ട്സ് ഉണ്ടാക്കുക, അല്ലാതെ അതിന്റെ എക്സ്പ്ലനേഷൻ നമ്മൾ ഒരിക്കലും നോട്ടിലേക്ക് കൊണ്ടുവരരുത്. എന്നിട്ട് നമ്മൾ അത് റിവൈസ് ചെയ്യുക. റിവൈസ് ചെയ്യുന്ന സമയത്ത് പോയിന്റ്സ് റിവൈസ് ചെയ്യുക. അപ്പൊ പോയിന്റ് നമ്മളൊരു പോയിന്റ് പറയുന്ന സമയത്ത് നമ്മൾ മൈൻഡിൽ ഓർത്ത് നോക്കുക, വാട്ട് വാസ് ദിസ്, ഇതിന്റെ കാര്യം എന്തായിരുന്നു എന്ന് ഓർത്ത് നോക്കുക എന്നുള്ള രീതിയിൽ നമ്മൾ ചെറിയൊരു സെന്റൻസ് നമ്മുടെ മൈൻഡിൽ അപ്പം നമുക്ക് സ്ട്രക്ചർ ചെയ്യാൻ പറ്റും, ഒരു എക്സ്പ്ലനേഷൻ സ്ട്രക്ചർ ചെയ്യാൻ പറ്റും. ആ രീതിയിൽ ചെയ്തിട്ട് അങ്ങനെ വേണം നമ്മൾ റിവൈസ് ചെയ്യാൻ. അപ്പം പിന്നെ നമ്മൾ കുറെ കഴിഞ്ഞ് കുറെ റിവിഷൻ, ഒരു പല റൗണ്ട് റിവിഷൻ കഴിഞ്ഞ് ലാസ്റ്റിലേക്ക് എത്തുന്ന സമയത്ത് വേർഡ്സ് കാണുന്ന സമയത്ത് കംപ്ലീറ്റ് കാര്യം നമ്മുടെ മൈൻഡിലേക്ക് ഇങ്ങനെ ഓടി 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 വരും. ആ രീതിയിലേക്ക് നമ്മൾ ആവണം. പിന്നെ ഈ ഞാൻ ഈ പറഞ്ഞ പോലെ കീവേഡ്സും ലീഗൽ ടേംസും കാര്യങ്ങളൊന്നും നിങ്ങൾ ആൻസർ പേപ്പറിൽ ഇല്ലെങ്കിൽ ഞാൻ പറയുന്നു ഒരിക്കലും നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല. അപ്പം നമ്മൾ മനസ്സിലാക്കുക എന്താ കാര്യം, ഇൻസ്റ്റിറ്റ്യൂട്ട് എന്താ നമ്മളെ അടുത്ത് നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. അത് നമ്മൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമ്മൾ നോളജ് ഗെയിൻ ചെയ്യുക, ഓഫ് കോഴ്സ് നമ്മളെല്ലാം പഠിക്കുന്ന നോളജ് ഗെയിൻ ചെയ്യാൻ തന്നെയാണ്. പക്ഷെ നോളജ് ഗെയിൻ ചെയ്യുന്നതും നമ്മൾ എക്സാം എഴുതി പാസ്സാവുക എന്നുള്ളത് രണ്ടും രണ്ട് അപ്രോച്ചാണ് ശരിക്കും. അപ്പൊ നമ്മൾ സ്മാർട്ടായിട്ട് പഠിച്ചൊരു എക്സാം പാസ്സാവുക എന്നുള്ളതാണ് ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ് എന്താ വെച്ച് കഴിഞ്ഞാല് നമുക്ക് എന്തായാലും പാസ്സായി കഴിഞ്ഞാൽ ഒരു ഐഡിയ ഉണ്ടാവും നമുക്ക്. പക്ഷെ ടു ദ ഡീറ്റെയിൽ നമുക്ക് അറിഞ്ഞില്ലെങ്കിലും നമ്മളൊരു ക്ലയന്റ് നമ്മളെടുത്ത് വരുന്ന സമയത്ത് നമുക്കറിയാം, കമ്പനീസ് ആക്ടിൽ അങ്ങനെ ഒരു കാര്യം കമ്പനീസ് ആക്ടിൽ പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ. കാര്യം എന്താ എന്ന് നമുക്ക് അറിയില്ലെങ്കിലും നമുക്ക് ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു ക്വരി അല്ലെങ്കിൽ ഒരു കേസ് വരുന്ന സമയത്ത് നമുക്ക് ഓർത്തെടുക്കാൻ പറ്റിയാൽ മതി. അതിനുള്ള നോളജ് ആണ് നമുക്ക് ആദ്യം വേണ്ടത്. എന്നിട്ടാണ് അതെന്താ എന്നുള്ളത് നമ്മൾ പഠിക്കേണ്ടതുള്ളൂ. ഓക്കെ, അപ്പൊ ആ രീതിയിൽ നമ്മൾ സ്മാർട്ടായിട്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് കാര്യം. പിന്നെ വരുന്നത് എക്സാം ഹാളിൽ എത്തുന്ന സമയത്ത് ഫസ്റ്റ് തിങ് നമുക്ക് കൂൾ ഓഫ് ടൈം ഉണ്ടാവും. 15 മിനിറ്റ്സിന് കൊണ്ട് കംപ്ലീറ്റ്. നമ്മൾ പണ്ട് 10th പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ 12th പഠിക്കുന്ന സമയത്തൊക്കെ ടീച്ചേഴ്സും പാരന്റ്സും ഒക്കെ എപ്പോഴും നമ്മളെടുത്ത് പറയുന്ന കൂൾ ഓഫ് ടൈമിൽ നിങ്ങൾ അത് നോക്കിയിരിക്കരുത്, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഫുൾ വായിക്കണം, എല്ലാ ക്വസ്റ്റ്യൻസും കവർ ചെയ്തിട്ട് പോകണം, ഒരു തവണ വായിക്കുക, എന്നിട്ട് മാത്രം എക്സാം എഴുതാനിരിക്കുക. എന്റെ ക്വസ്റ്റ്യൻ പേപ്പർ മൊത്തം അക്കൗണ്ട്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ മൊത്തം വായിച്ചെന്നാണ് ചിലപ്പം ഒരു 1/2-3 മണിക്കൂർ അതിന് തീരും. അപ്പൊ എന്ന് വെച്ചാൽ പറ്റുന്ന പോലെ നമ്മൾ അത് കവർ ചെയ്യുക. പക്ഷെ അത് കവർ ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രം ആൻസർ എഴുതാൻ പോവാ എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ വായിച്ച് നോക്കുന്ന സമയത്ത് വെറുതെ വായിച്ച് നോക്കാതെ മൈൻഡ് അപ്ലൈ ചെയ്ത് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് വായിക്കുക.
ഒരു ക്വസ്റ്റ്യൻ കവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ക്വസ്റ്റ്യൻ എഴുതാൻ പറ്റുമോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാലോ. അതിനുള്ള സമയം അത് ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ തന്നെ നമ്മൾ പകുതി നമ്മളെ ടൈം നമ്മളത് യൂട്ടിലൈസ് ചെയ്തു എന്ന് നമുക്ക് ആശ്വസിക്കാം. അപ്പം ആ രീതിയിൽ വേണം ഏത് ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴും എപ്പോൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴും നന്നായിട്ട് മൈൻഡ് അപ്ലൈ ചെയ്ത് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് വായിക്കാം. പിന്നെ ഞാനിപ്പോ ഓടിച്ചു പോട്ടെ, ഒന്ന് ഓടിച്ചു പോയി നോക്കാം, പിന്നെ രണ്ടാമത് വന്നിട്ട് വായിക്കുക എന്ന് പറഞ്ഞ കാര്യമല്ല. ക്വസ്റ്റ്യൻ വായിക്കാൻ തന്നെ 2-3-4 പേജൊക്കെ ഉള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും അക്കൗണ്ട്സിനൊക്കെ ഉണ്ടാവുക. അപ്പം സമയം ഒരുപാട് എടുക്കും. പക്ഷെ അത് 2-3-4 പേജ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഇവരുടെ ബാലൻസ് ഷീറ്റ് ഒക്കെ ഇവർ വരച്ച് വരുമ്പോഴേക്ക് 2-3 പേജിലേക്കൊക്കെ ഇവർ ആക്കി വെക്കുന്നതാണ് ഏറെക്കുറെ. ഒരു മെന്റൽ ഗെയിം ആണ് അക്കൗണ്ട്സ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാല്. ബിക്കോസ് ഫസ്റ്റ് എക്സാം ആണ് ആദ്യം വരുന്ന ഒരു കുട്ടികൾ ഫസ്റ്റ് എക്സാം കഴിഞ്ഞ് പോണ സമയത്ത് അയ്യോ എക്സാം ഭയങ്കര ടഫായിരുന്നു എന്ന് പറഞ്ഞ് ബാക്കി എക്സാം എഴുതില്ല, അല്ല പഠിക്കില്ല, അല്ലെങ്കിൽ അവരുടെ കോൺഫിഡൻസ് കംപ്ലീറ്റ് താഴെ പോകും. അതൊക്കെ ഒരു മെന്റൽ ഗെയിമാണ്. അപ്പൊ നമ്മളെപ്പോഴും കോൺഫിഡന്റ് ആയിട്ട് ഇരിക്കുക, നമ്മളെ ഭാഗം നമ്മൾ നന്നായിട്ട് ചെയ്യുക എന്നുള്ളതാണ് എക്സാം ഹോളിൽ വേണ്ടത്. നമുക്ക് നന്നായിട്ട് ഒരു കോൺസെൻട്രേഷൻ വേണം, നമുക്ക് നമ്മളെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ് കാര്യം. പിന്നെയുള്ള ലാംഗ്വേജ് ആൻഡ് പ്രസന്റേഷൻ ഫോർ പേപ്പർ 1 and 2. സബ്ജക്റ്റീവ് പേപ്പറിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ലാംഗ്വേജ് ആൻഡ് പ്രസന്റേഷൻ. ഞാൻ പറഞ്ഞു എന്താണ് ഓരോ സബ്ജക്റ്റിനും ഞാൻ പറഞ്ഞു. ലോന്റെ കാര്യത്തിലാണെങ്കിലും അക്കൗണ്ട്സിന്റെ കാര്യത്തിലാണെങ്കിലും അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞു. ഇപ്പം ഒരു ബാലൻസ് ഷീറ്റും പി&ലും ചോദിക്കുകയാണെങ്കിൽ ഔട്ട്പുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ആദ്യം വെക്കാം, എന്നിട്ട് പിന്നെ വർക്കിംഗ്സ് അതിന്റെ പുറകിലോട്ട് പിന്നെ വെക്കുക എന്നുള്ളതാണ് അക്കൗണ്ട്സിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഒരു രീതി. തിയറി പേപ്പർ ആവുന്ന സമയത്ത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഒബ്വിയസ്ലി നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ആൻസർ എഴുതുന്നു. ഇനി കേസ് അനാലിസിസ് അല്ലെങ്കിൽ കേസ് സ്റ്റഡി ആണെങ്കിൽ സെക്ഷൻ അല്ലെങ്കിൽ പ്രൊവിഷൻ ആദ്യം കോട്ട് ചെയ്യുക. നമ്മൾ തന്നിരിക്കുന്ന സെനാരിയോ നമ്മൾ നെക്സ്റ്റ് പാരഗ്രാഫിൽ ഒന്ന് ബ്രീഫ് ഔട്ട് ചെയ്യുക. തേർഡ് പാരഗ്രാഫിൽ നമ്മൾ കൺക്ലൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ബ്രീഫ് ഔട്ട് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ഓർഡർ ഓഫ് ആൻസറിങ്. ദിസ് ഇസ് ആൻ ഇമ്പോർട്ടൻറ്റ് തിങ്. അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞു അക്കൗണ്ടിങ്ങിനാണെങ്കിൽ 6 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഒരു ക്വസ്റ്റ്യൻ കമ്പൽസറി ആണ്, ബാക്കി 5 ക്വസ്റ്റ്യനിൽ 4 എണ്ണം നമുക്ക് എഴുതാൻ പറ്റും, നമുക്ക് ഇഷ്ടമുള്ള ചോയ്സ് ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ കമ്പൽസറി ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ചിലപ്പം എന്താ 10 മാർക്കിന്റെ 2 ക്വസ്റ്റ്യൻ ആയിരിക്കും, അല്ലെങ്കിൽ മേ ബി 5 മാർക്കിന്റെ 4 ക്വസ്റ്റ്യൻ ആയിരിക്കും. അങ്ങനെ അതായത് 1A 1B 1C 1D എന്ന് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പം നമ്മൾ അത് എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത്? ബിറ്റ്വീൻ 1 2 3 4 and 5 and 6 ഈ 6 ക്വസ്റ്റ്യനിൽ ഏത് ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ആദ്യം ആൻസർ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ആദ്യം തോന്നാണ് 3 ആണ് ആൻസർ, റൈറ്റ് 3. നിങ്ങൾക്ക് 3 ആദ്യം എഴുതാൻ പറ്റുമെങ്കിൽ 3 ആദ്യം എഴുതുക. ഇനി അതല്ല 4 ആണ് ആദ്യം എഴുതണമെന്ന് തോന്നിച്ചു കഴിഞ്ഞാൽ 4 ആദ്യം എഴുതുക. യു ക്യാൻ ഷഫിൾ ബിറ്റ്വീൻ ക്വസ്റ്റ്യൻ നമ്പേഴ്സ്. പക്ഷെ വൺസ് നിങ്ങൾ ക്വസ്റ്റ്യൻ നമ്പർ 3 ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിലെ A B C അത് ആ ഓർഡറിൽ തന്നെ എഴുതുക. അല്ലാതെ ക്വസ്റ്റ്യൻ നമ്പർ 3 A ഇവിടെ എഴുതി, പിന്നെ ക്വസ്റ്റ്യൻ നമ്പർ 4 B എഴുതി, പിന്നെ ക്വസ്റ്റ്യൻ നമ്പർ 1 C എഴുതി, പിന്നെ പോയിട്ട് ക്വസ്റ്റ്യൻ നമ്പർ 3 D എഴുതാൻ നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ബിക്കോസ് എക്സാമിനർക്ക് ക്വസ്റ്റ്യൻസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ക്വസ്റ്റ്യൻ നമ്പർ 3 എത്തി, പിന്നെ അങ്ങോട്ട് പോയി, പിന്നെ ഇങ്ങോട്ട് പോയി, വീണ്ടും ക്വസ്റ്റ്യൻ നമ്പർ 3 വന്നു, അങ്ങനെ അതിനുള്ളൊരു അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കരുത്. ക്വസ്റ്റ്യൻ നമ്പർ 1 ആണ് 2 ആണ് 3 ആണ് ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് മെയിൻ ചൂസ് ചെയ്യാം. പക്ഷെ സബ് ക്വസ്റ്റ്യൻസ് എത്തുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു ഓർഡറിൽ തന്നെ ചെയ്യാം. അപ്പൊ അതിൽ മേ ബി ഇപ്പൊ ക്വസ്റ്റ്യൻ നമ്പർ 2 നിങ്ങൾ ആദ്യം എഴുതി, പക്ഷെ അതിൽ 4 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. തേർഡ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ഏകദേശം ഒട്ടും അറിയില്ലെങ്കിൽ നമുക്കൊരു 2 പേജ് ഒക്കെ ഇല്ലാത്ത വിടാം, എങ്കിലും നമുക്ക് എഴുതി നിറയ്ക്കാൻ പറ്റുമെങ്കിൽ 2 പേജ് വിട്ടിട്ട് അടുത്ത ക്വസ്റ്റ്യൻ എഴുതാം. എന്നിട്ട് ലാസ്റ്റിലേക്ക് വരുന്ന സമയത്ത് ഒരു എക്സാം കഴിയാൻ നേരം ഒരു 5 മിനിറ്റ് എങ്കിലും നിങ്ങൾ സമയം എടുക്കാം. മൊത്തം ആൻസേഴ്സ് നമ്മളൊന്ന് ബുക്ക്ലെറ്റ്സ്, സബ്ജക്റ്റിനെ കുറിച്ചാട്ടോ പറയുന്നത്, ബുക്ക്ലെറ്റ്സ് ഒന്ന് ഓടിച്ച് നോക്കി ഇതുപോലെ എവിടെയെങ്കിലും സ്പേസ് ഇട്ട് എന്തെങ്കിലും നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റുമെങ്കിൽ ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പേജ് സ്ട്രൈക്ക് ചെയ്യുക, കണ്ടിന്യൂഡ് നടിയിൽ എഴുതി വെക്കുക. അതാണ് അതിന്റെ ആ ഒരു ആൻസേഴ്സ് ഓർഡർ ഏത് ഓർഡറിൽ ഏത് പാറ്റേണിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം. പിന്നെ മാക്സിമം ടൈം ഫോർ എ ക്വസ്റ്റ്യൻ. തിയറി പേപ്പർ ആണെങ്കിൽ ഒരു 15 മിനിറ്റ്സ് അതിൽ കൂടുതൽ സ്പെൻഡ് ചെയ്യേണ്ട. പിന്നെ അക്കൗണ്ട്സ് ആണെങ്കിൽ ഒരു 30 മിനിറ്റ്സിൽ കൂടുതലാവുന്ന സമയത്ത് തൽക്കാലം അത് ഹോൾഡ് ചെയ്യുക, ബാക്കി ആൻസേഴ്സ് എഴുതാൻ വേണ്ടിയിട്ട് മൂവ് ചെയ്യുക. ലാസ്റ്റ് യു കൻ കം ബാക്ക് ടു ദിസ് ക്വസ്റ്റ്യൻ. പിന്നെ എക്സാം ഹാളിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾക്ക് അറിയില്ല, പോട്ടെ കുഴപ്പമില്ല, ബാക്കി എത്ര ക്വസ്റ്റ്യൻസ് കിടക്കണു, അപ്പൊ നിങ്ങൾക്ക് അറിയാത്ത കാര്യത്തിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട. ഫോക്കസ് ഓൺ വാട്ട് യു നോ. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ ഇഷ്ടം പോലെ എഴുതാനുണ്ടാവും. യു ഷുഡ് നമ്മൾ മൈൻഡ് ഒരു എല്ലാം എക്സാം ഹാളിൽ ഇരിക്കുന്ന 3 hours എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ഇതൊരു മെന്റൽ ഗെയിമാണ്. അപ്പൊ നമ്മൾ അത് ആ ഒരു സമയവും നമ്മുടെ മൈൻഡിനെ എല്ലാം നമുക്ക് ആവാഹിച്ച് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമ്മൾ അവിടെ കാണിക്കുക എന്നുള്ളതാണ് നമ്മളൊരു സക്സസിന്റെ പിന്നിലുള്ള ഒരു വലിയൊരു ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. പിന്നെ ഈ എക്സാം ഹാളിൽ പോണ സമയത്ത് ഒബ്വിയസ്ലി ഏത് ഇന്റലിജന്റ് എത്ര കവർ ചെയ്തിട്ടുള്ള ആൾക്കാണെങ്കിലും ഒരു പേടി ഉണ്ടാവും.
പക്ഷെ എക്സാം ഹാളിൽ കയറുന്നതിന് മുന്നേയുള്ള പേടിയും കോൺഫിഡൻസും രണ്ടും രണ്ടാണ്. നമ്മൾ കോൺഫിഡന്റ് ആയിരിക്കും എപ്പോഴും. അതായത് കോൺഫിഡന്റ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന അറ്റ്ലീസ്റ്റ് ഒരു 80-85% എങ്കിലും നിങ്ങൾ നിങ്ങളെ സിലബസ് കവർ ചെയ്ത് കഴിഞ്ഞിട്ട് എക്സാം എഴുതിയിട്ട് മാത്രമേ നമുക്ക് ഈ രീതിയിലൊക്കെ പോയി കഴിഞ്ഞാൽ മാർക്ക് വാങ്ങാൻ പറ്റുള്ളൂ. സോ പ്ലാൻ യുവർ സ്റ്റഡീസ് അക്കോർഡിംഗ്ലി. നന്നായിട്ട് പ്ലാൻ ചെയ്യുക. ടൈം ടേബിൾ ഒക്കെ വെച്ചിട്ട് ഏത് രീതിയിൽ കവർ ചെയ്യണം എന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്യുക. ബിക്കോസ് 4 സബ്ജക്ട് ഉണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു സബ്ജക്ട് മാത്രം നന്നായി പഠിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. ബിക്കോസ് എല്ലാ പേപ്പറിലും 40 മാർക്സ് വേണം. അപ്പം എല്ലാ സബ്ജക്ട്സും തമ്മിൽ നമ്മളൊരു ബാലൻസ് ആദ്യം ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് അതിൽ 1-2 പേപ്പർ നമ്മുടെ സ്ട്രോങ് പേപ്പർ, നമ്മളെ സ്ട്രെങ്ത് ആയിട്ട് നമ്മൾ മനസ്സിലാക്കുക. അതിന്റെ മുകളിൽ നമ്മൾ അഡീഷണൽ മാർക്സ് മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ്ട്രാ എഫേർട്സ് ഇടുക. അതാണ് നമ്മൾ വേണ്ടത്. പിന്നെ 40 മാർക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും 40 മാർക്സ് കണക്കായിട്ട് പഠിക്കരുത്. ഒരു 70-80 മാർക്സിന് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ 40-45 മാർക്സ് നമുക്ക് മേടിക്കാൻ പറ്റുള്ളൂ. അതാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു മാർക്ക് തരുന്ന ഒരു ദാനശീലരായ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. വി ഡോണ്ട് ഹാവ് എ ചോയ്സ്. അപ്പൊ നമ്മൾ ആ രീതിയിൽ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. പിന്നെ ഉള്ളത് ഈ പറഞ്ഞ പോലെ ഒരു സബ്ജക്ട് തന്നെ ഒരു ദിവസം നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഒരു സബ്ജക്ട് തന്നെ പഠിക്കാതിരിക്കാൻ ശ്രമിക്കുക. ഒരു അറ്റ്ലീസ്റ്റ് ഒരു 2 സബ്ജക്ട്സ് എങ്കിലും നിങ്ങൾ മാറി മാറി പഠിക്കുക. ഒരു 3 hours പഠിക്കുക. ഒരു 15 minutes ബ്രേക്ക് എടുക്കുക. 3 hours പഠിക്കുക എന്നുള്ള രീതിയിലാവുക. പിന്നെ ഈ പറഞ്ഞ പോലെ നോട്ട്സ് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ റിവൈസ് ചെയ്യാം. ഒരു ഓൾട്ടർനേറ്റ് ഡേയ്സ് എങ്കിലും വെച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ സബ്ജക്ട് മാറി മാറി റിവൈസ് ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്കത് എന്താ പറയാ ഓർത്തെടുക്കാൻ റിക്കളക്ട് ചെയ്തിട്ട് നമുക്ക് എക്സാം ഹാളിൽ ഈ സാധനം ഓർത്തെടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ എനിക്കൊക്കെ കുറെ സംഭവിച്ചു പോയ കുറെ കാര്യങ്ങളുണ്ട്. എന്താ അയ്യോ ഇത് ആ പേജില് ആ സൈഡില് ആ കോളത്തിലുള്ള ആൻസറാ, പക്ഷെ ആൻസർ എന്താന്നുള്ള അറിയില്ല. അപ്പം നമ്മൾ എന്താ നന്നായിട്ട് നമ്മൾ ഒരുപാട് തവണ റിവൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ സാധനം എന്താന്നുള്ള നമ്മളെ മൈൻഡിൽ തെളിഞ്ഞു വരുള്ളൂ. അപ്പൊ ആ രീതിയിൽ ചെയ്യാം. പിന്നെ പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കുക. കളിക്കുന്ന സമയത്ത് നമ്മൾ കളിക്കുക. ഗിവ് യുവർ 100% ഫോർ എവറിത്തിങ്. നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിന് 100% കൊടുക്കുക. ഇപ്പൊ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നാളെ നിങ്ങൾക്ക് കളിക്കാലോ. ഇറ്റ്സ് ഫൈൻ. സി ഒക്കെ പാസ്സായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യണ്ട. നമ്മളിങ്ങനെ ചുമ്മാ ഇരുന്നാൽ മതി. കാരണം കംപ്ലീറ്റ് പഠിത്തം കഴിഞ്ഞില്ലേ. ദർ ഇസ് നത്തിങ് ടു വെറി. അപ്പം പഠിക്കുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് പഠിക്കുക. ഏറ്റവും മിനിമം ടൈമിൽ നമ്മളത് കവർ ചെയ്യുക. നമ്മൾ പാസ്സായിട്ട് പോവുക എന്നുള്ളതാണ് കാര്യം. ഇനി അതല്ല ഒരു അറ്റംപ്റ്റ് നമ്മളത് മിസ്സായി പോയി അല്ലെങ്കിൽ ഒരു അറ്റംപ്റ്റിൽ നമുക്ക് പാസ്സാൻ പറ്റില്ല. ഡോണ്ട് വെറി. സമയം വരും. സമയം ഇനിയും ഉണ്ടല്ലോ. നമ്മള് പഠിക്കുക എന്നുള്ളതാണ് കാര്യം. നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുക. നമ്മൾ മടി പിടിച്ചിരിക്കരുത് ഒരിക്കലും. അപ്പൊ ടൈം നന്നായിട്ട് യൂസ് ചെയ്യുക. പിന്നെ ടൈം ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ എഫേർട്സ് ഇമ്പോർട്ടന്റ് ആണ്. എഫേർട്സ് ഇടാതെ ആരും പാസ്സായിട്ടില്ല. ഞാനായാലും ശരി, നിങ്ങളായാലും ശരി, പാസ്സായ ബാക്കി എല്ലാവരും ശരി, പഠിക്കാതെ ആരും ഭാഗ്യം കൊണ്ട് പാസ്സായി പോരുന്ന ആരും ഇല്ല. അപ്പൊ പഠിക്കുക നന്നായിട്ട്. അതാണ് ഫസ്റ്റ് വേണ്ടത്. ബാക്കി ദൈവത്തിന്റെ കയ്യിൽ എന്നുള്ള രീതിയിലായിരിക്കണം നമ്മളൊരു കാര്യം. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ കോൺഫിഡന്റ് ആയിരിക്കുക. നമ്മൾ ചെയ്ത കാര്യങ്ങൾ കോൺഫിഡന്റ് ആയിരിക്കുക. എക്സാം ഹാളിൽ കയറുമ്പോൾ ഒരു പേടി സ്വാഭാവികമായിരിക്കും. പക്ഷെ യു ഷുഡ് എന്താണെങ്കിലും നിങ്ങളെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഇന്റർവ്യൂ ഒന്നും അല്ലല്ലോ. നമ്മളൊരു ജോലിക്ക് ഇന്റർവ്യൂവിന് പോണ സമയത്ത് നമ്മളെ മുന്നിൽ ഒരുപാട് ആളുകൾ ഇരിക്കുന്നു. ഒരു 4-5 ആൾക്കാരല്ലേ. സിവിൽ സർവീസിന് ഇന്റർവ്യൂ ഒക്കെ ആലോചിച്ച് നോക്കി. ഇന്റർവ്യൂ പാനലിന്റെ മുന്നിൽ നമ്മൾ അപ്പം പ്രസന്റ് ചെയ്യണ്ടേ. ഇത് അതിന്റെ ആവശ്യമില്ലല്ലോ. ഞാനും പേപ്പറും മാത്രം, ആരും കാണാൻ പോകുന്നില്ല. ഞാൻ എന്താ ചെയ്യുന്നത്, ഞാൻ എന്താ എഴുതുന്നത് എന്നുള്ളത് ആരും കാണാൻ പോകുന്നില്ല. സോ ബി കോൺഫിഡന്റ്. കൂളായിട്ടിരിക്കുക. എക്സാം എഴുതുക എന്നുള്ളതാണ് ആ കാര്യം. അപ്പൊ നമ്മൾ ആ ഒരു 3 മണിക്കൂറിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എത്രത്തോളം നമുക്ക് ആൻസർ ഷീറ്റ്സിലേക്ക് കൊണ്ടുവിടാൻ പറ്റുമോ അവിടെയാണ് കാര്യം കിടക്കുന്നത്. അപ്പൊ നമ്മൾ നന്നായിട്ട് കൂളായിരിക്കുക. മൈൻഡിനെ നമ്മൾ നന്നായിട്ട് കൺട്രോൾ ചെയ്യുക. അറിയുന്ന കാര്യങ്ങൾ നമ്മൾ എഴുതിയിട്ട് വരിക. പഠിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ടോപ്പിക് ഒട്ടും മനസ്സിലാക്കാൻ പറ്റുന്നില്ല, വെറീഡ് ആവണ്ട. ജസ്റ്റ് ലീവ് ദ ടോപ്പിക്, ഗോ ഫോർ ദ നെക്സ്റ്റ് ടോപ്പിക്. ഇഷ്ടംപോലെ സാധനങ്ങൾ കിടക്കുന്നില്ലേ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇഷ്ടംപോലെ സാധനങ്ങൾ നിങ്ങൾ മുന്നിൽ വെച്ചിട്ടില്ലേ. ഒരു ടോപ്പിക്കും പഠിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് മാറ്റി വെക്ക്. വേറെ ടോപ്പിക്സ് ഉണ്ടല്ലോ പഠിക്കാൻ. എന്നിട്ട് നമ്മൾ മൈൻഡ് ഒരു ഫ്രഷ് ആയിരിക്കുന്ന ഒരു സമയം, രാവിലെ ഒരു സമയത്ത് ഇരുന്നിട്ടൊന്ന് പഠിക്കേ നോക്ക്. പറ്റുന്നില്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ അടുത്ത് ചോദിക്കുക, ഫാക്കൾട്ടീന്റെ അടുത്ത് ചോദിക്കുക. ഇനിയും പറ്റുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒഴിവാക്കാം. ആൻഡ് വി വിൽ ലീവ് റെസ്റ്റ് ടു ദ ഗോഡ് എന്നുള്ള രീതിയിൽ നമ്മൾ അങ്ങനെ വെച്ചിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ സ്ട്രോങ് ആക്കിയിട്ട് നമ്മൾ എക്സാം ഹാളിലേക്ക് പോവാം. ഇതൊന്നും വലിയ മല മറിക്കുന്ന കാര്യമൊന്നുമല്ല. നമ്മൾ പ്ലാൻ ചെയ്യുക, സ്മാർട്ടായിട്ട് ചെയ്യുക. സ്മാർട്ടായിട്ട് സ്ട്രാറ്റജൈസ് ചെയ്ത ആളുകൾ എല്ലാവരും പാസ്സാവും. അപ്പം അതിന് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല. എല്ലാം ബേസിക് ആയിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ്. നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കിയെടുത്ത് ഈസിലി നമുക്ക് പാസ്സാവാനുള്ള ഒരു കാര്യമാണ് ഇതെല്ലാം. ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ ഇന്റർ ആണെങ്കിലും ഫൈനൽ ആണെങ്കിലും കൂടി ഇതിന്റെ ഒരു വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ മെയിൻ ക്യാച്ച് എന്ന് പറഞ്ഞാൽ മിനിമം 40, അഗ്രിഗേറ്റ് 50. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ടൈം കുറവാണ്, സിലബസ് വാസ്റ്റ് ആണ്. അപ്പം
അത് നമുക്ക് പ്രോപ്പറായിട്ട് മനസ്സിലാക്കി അതിന്റെ രീതിയിൽ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്ത് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ യെസ് സക്സസ് വിൽ കം ടു യു. അതാണ് എൻ്റെ ഒരു കാര്യം. അപ്പം ഇതൊക്കെയാണ് എനിക്ക് ഫൗണ്ടേഷനെ കുറിച്ച് പഠിക്കാനുള്ളത്. അപ്പൊ പഠിക്കുന്ന സമയത്താണെങ്കിലും ശരി, നിങ്ങൾ റിവൈസ് ചെയ്യുന്ന സമയത്താണെങ്കിലും ശരി, ഡു യുവർ ബെസ്റ്റ് ഓൾവേസ്. എപ്പോഴും പ്ലസന്റ് ആയിരിക്കുക, ഒട്ടും ടെൻഷൻ ആവാതിരിക്കുക, നന്നായിട്ടിരിക്കുക, നല്ല മൂഡിലായിരുന്നു എക്സാം പഠിക്കുക. പിന്നെ ഒബ്വിയസ്ലി ഒരു കാര്യം എന്ന് വെച്ചാൽ ഉറക്കം ഒരിക്കലും ഒഴിച്ചിരുന്ന് പഠിക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. ബട്ട് ഇഫ് യു കൻ മാനേജ് നോ ഇഷ്യൂസ്. പക്ഷെ ഒരിക്കലും ആദ്യം തൊട്ട് ഒരു 4-5 മാസം എക്സാമിനുള്ള സമയത്ത് ഉറക്കം ഒഴിച്ചിരുന്ന് പഠിക്കേണ്ട ഒരു കാര്യമില്ല. പക്ഷെ മേ ബി എക്സാമിന് ഒരു 1 വീക്ക് മുന്നേ ചിലപ്പോൾ വേണമെങ്കിൽ ഒരു 5 hours എന്നുള്ളത് മേ ബി ഒരു 4 hours കട്ട് ചെയ്യാൻ പറ്റുന്നേ. പ്രൊവൈഡഡ് നിങ്ങൾക്ക് എക്സാം അതായത് ഉറക്കം കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഡെയിലി റുട്ടീനെ ബാധിക്കില്ല എന്ന് ഉറപ്പുള്ള ആളുകളാണെങ്കിൽ യു ക്യാൻ ഡു ദാറ്റ്. അതർവൈസ് ഒരിക്കലും ഉറക്കം സ്കിപ്പ് ചെയ്യരുത്. ഓൾവേസ് സ്ലീപ് വെൽ. 5 hours അല്ലെങ്കിൽ 6 hours. 5 hours ഇറ്റ്സ് ഫൈൻ. എനിക്ക് തോന്നുന്നു നോർമൽ ആയിട്ടുള്ള ഒരാൾക്ക് 5 to 6 hours അത് മതി. സമയം പ്രോപ്പർ ആയിട്ട് ഉറങ്ങുക, നന്നായിട്ട് ഭക്ഷണം കഴിക്കുക. കാരണം എനർജി വേണമല്ലോ, ഭക്ഷണം നന്നായിട്ട് പോട്ടെ. ഇൻപുട്ട് നന്നായി കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ഉണ്ടാവുള്ളൂ. അപ്പൊ നന്നായിട്ട് ഭക്ഷണം കഴിക്കുക, ടെൻഷൻ ആവാതിരിക്കുക, കൂളായിട്ടിരിക്കുക, നന്നായിട്ട് പഠിക്കുക. റിവിഷന്റെ സമയത്ത് ഈ പറഞ്ഞ പോലെ നന്നായി പ്രയോറിറ്റൈസ് ചെയ്തിട്ട് എക്സാം ഓറിയന്റഡ് ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ് കാര്യം. പ്രയോറിറ്റീസ് കൊടുക്കുക, ആ രീതിയിൽ നമ്മൾ സ്മാർട്ട് ആയിട്ട് ചെയ്യുക. പറ്റുവാണെങ്കിൽ ഡെയിലി ഒരു 1 hour to 1.5 hours ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ കൊടുക്കുക. രാവിലെയും കൊടുക്കുക, ഈവനിങ് കൊടുക്കുക. അപ്പൊ 2 സബ്ജക്ട്സ് പറയാം. ഇങ്ങനെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക. MCQ ഒക്കെ രീതിയിൽ നമ്മൾ ടൈം വെച്ചിട്ട് ചെയ്യാം കേട്ടോ. ഞാൻ ഈ പറഞ്ഞ പോലെ ടൈം വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക. എന്ന് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഒരു പേസ് കിട്ടുള്ളൂ. എക്സാമുള്ള പേസ് വരണമല്ലോ നമുക്ക്. അപ്പൊ ആ രീതിയിലൊക്കെ നന്നായിട്ട് ചെയ്യാം. ആൻഡ് ഡെഫിനറ്റ്ലി എക്സാം എഴുതി കഴിഞ്ഞ ആളുകളുണ്ട്, ഇതുപോലെ പാസ്സായി കഴിഞ്ഞ ആളുകളുണ്ട്. ഓൾവേസ് അവർ അപ്രോച്ച് ചെയ്യുക. എന്തെങ്കിലും ടെൻഷൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അപ്രോച്ച് ചെയ്യുക ഓൾവേസ്. ആൻഡ് ഈവൻ ഞാനും ഉണ്ടാവും നിങ്ങളുടെ അടുത്ത് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞ പോലെ താൻസ്മോൾ റേ എന്നാണ്. ഞാൻ എല്ലാം ഫസ്റ്റ് അറ്റംപ്റ്റ് ക്ലിയർ ചെയ്താണ്. May 15 എന്റെ CPT 2 months ക്രാഷ് ഞാൻ ക്ലിയർ ചെയ്തു. May 16 IPCC ക്ലിയർ ചെയ്തു. 3 months ആർട്ടിക്കിൾഷിപ്പ് May 19 ഫൈനൽ ക്ലിയർ ചെയ്തു ബൈ ഗോഡ്സ് ഗ്രേസ്. അപ്പം ആ രീതിയിൽ എല്ലാവർക്കും പറ്റുന്ന കാര്യങ്ങളാണ്, പറ്റാത്ത കാര്യമൊന്നല്ല. ഇറ്റ്സ് നോട്ട് ഇമ്പോസിബിൾ എന്ന് മനസ്സിലാക്കുക. ആൻഡ് നിങ്ങൾ നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണെന്നും നിങ്ങളുടെ കപ്പാസിറ്റി എന്താണെന്നും മനസ്സിലാക്കിയിട്ട് ആ രീതിയിൽ പ്ലാൻ ചെയ്യുക. ആ രീതിയിൽ നിങ്ങൾ എഫേർട്സ് ഇടുക. ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്തു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നിങ്ങൾ ഒരിക്കലും തോൽക്കില്ല. ഈവൻ ചില സമയത്ത് ചിലപ്പോൾ മേ ബി നിങ്ങൾ കുറച്ച് ഡിലേ ആവും. നിങ്ങളുടെ സക്സസ് കുറച്ച് ഡിലേ ആവും. ഒരു അറ്റംപ്റ്റ് ഡിലേ ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് അറ്റംപ്റ്റിൽ നിങ്ങൾക്ക് അത് ക്ലിയർ ചെയ്യാൻ പറ്റാം. അറ്റംപ്റ്റിന്റെ എണ്ണമല്ല ശരിക്കും മാറ്റർ ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു ഫോർ യുവർ വാല്യുബിൾ ടൈം ആൻഡ് ഗുഡ് ലക്ക് ഫോർ യുവർ എക്സാമിനേഷൻസ്. എല്ലാവരും നന്നായിട്ട് വരട്ടെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.